സദ്ഗുരുഭ്യോ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകികോകിലം. സംപൂജ്യരെ, ആദ്യമേ തന്നെ എൻ്റെ സർവസങ്കല്പങ്ങളും ഭാരതീയ ആചാര്യ പരമ്പരയുടെ പാദപങ്കജങ്ങളിലും വാഗ്ദേവതയും ശക്തിസ്വരൂപിണിയുമായ അമ്മയുടെ പാദപത്മങ്ങളിലും എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിലും എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പാദപങ്കജങ്ങളിലും പരമപവിത്രമായ ഈ ക്ഷേത്രത്തിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ലോകമാതാവിൻ്റെ ആദിപരാശക്തിയുടെ പാദപത്മങ്ങളിലും പരമപവിത്രമായ ഈ യജ്ഞവേദിയിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന വാസുദേവകൃഷ്ണൻ്റെ പാദപത്മങ്ങളിലും ആ ധന്യമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചു കൊള്ളട്ടെ. നാൽപ്പത്തി രണ്ടാമത് അഖിലഭാരത ശ്രീമദ് ഭാഗവത മഹാസത്രം പവിത്രമായിരിക്കുന്ന കലവൂർ ശ്രീ മാരംകുളങ്ങര ദേവീക്ഷേത്ര സന്നിധിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഭാഗവതത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള സ്കന്ധങ്ങൾ പൂർണ്ണമായി പാരായണം ചെയ്തും ചർച്ച ചെയ്തും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞു. അതിൻ്റെ 10ാമത് സ്കന്ധത്തിലൂടെയുള്ള നമ്മുടെ പര്യടനമാണ് ഇപ്പോൾ നടക്കുന്നത്. 10ാമത് സ്കന്ധത്തിലെ പൂർവാർത്ഥത്തിലാണ് നേരത്തെ പറഞ്ഞ ഭ്രമരഗീതം എന്നുള്ള ആ കഥാഭാഗം വരുന്നത്. ഭ്രമരത്തിൻ്റെ പാട്ട്, വണ്ടിൻ്റെ പാട്ട്, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പാട്ട്, അത് വണ്ടിലൂടെ വണ്ടാകുന്ന ദൂതനിലൂടെ ഭക്തജനങ്ങളായ ഗോപികമാർ കേൾക്കുന്നു. നാം ഓരോരുത്തരും യഥാർത്ഥത്തിൽ ഗോപികയാണ്. ഭഗവാനിൽ സർവസ്വവും സമർപ്പിച്ച ഭക്തൻ്റെ മാനസികമായ ഔന്നത്യമാണ് ഗോപിക എന്നുള്ളതായ പദവി. അങ്ങനെയുള്ള ഗോപികമാർ ഭഗവാന്റെ സന്ദേശത്തെ നേരിട്ട് ഭഗവാന്റെ ദൂതനിൽ നിന്ന് കേൾക്കുന്നതാണ് ഈ ഭ്രമരഗീതം. ഇത് ദശമസ്കന്ധത്തിലെ 47ാമത് അധ്യായത്തിൽ വരുന്നു. ഇത് കഴിഞ്ഞാൽ അടുത്ത കഥ മുചുകുന്ദ സ്തുതിയാണ്. അത് ദശമസ്കന്ധത്തിലെ ഉത്തരാർത്ഥത്തിൽ ആരംഭിക്കും. ഈ 2 കഥകളുമാണ് ഇപ്പോൾ നമുക്ക് നേരിട്ട് ചർച്ച ചെയ്യേണ്ടതായിട്ടുള്ളത്. ഭഗവാൻ കംസൻ ക്ഷണിച്ചതുകൊണ്ട് മധുരയിലേക്ക് പോയത് നാം കഴിഞ്ഞ ദിവസം കണ്ടു. അക്രൂരനാണ് ഭഗവാനെയും ജ്യേഷ്ഠനായിരിക്കുന്ന ബലഭദ്രനെയും മധുരാപുരിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത് കംസൻ്റെ നിർദ്ദേശമനുസരിച്ച്. ആ അവസരത്തിൽ ഗോപന്മാർ ആ
ആമ്പാടിയിലുള്ള മുഴുവൻ ജനങ്ങളും കൃഷ്ണൻ്റെ വിയോഗത്തിൽ, കൃഷ്ണൻ ദൂരെ പോകുന്നു, മധുരാപുരിയിലേക്ക് പോകുന്നു, അത് ഓർത്ത് വേദനിച്ച് കരഞ്ഞു. അവർക്കെല്ലാവർക്കും കൃഷ്ണൻ അവരുടെ ഹൃദയത്തിൻ്റെ ഭാഗമാണ്, അവരുടെ ഉള്ളിലിരിക്കുന്നു, കൺമുന്നിൽ പുറത്തും കാണുന്നു. ഇങ്ങനെ ഒരു നിമിഷം പോലും ഭഗവാനോട് വേർപിരിയാൻ പറ്റാത്തതായ മാനസികാവസ്ഥയാണ് ഗോകുലത്തിലുള്ള എല്ലാവർക്കുമുള്ളത്, വിശേഷിച്ചും ഗോപികമാർക്ക്. ഗോപികമാർ അവരുടെ സർവസ്വമായിട്ടാണ് ഭഗവാനെ കാണുക. ഭഗവാനും അവരോരോരുത്തരോടും ഉള്ള ആ ഒരു മനോഭാവവും അത് തന്നെ, ഒരു ഭേദവുമില്ല. അത്ര കണ്ട് തീവ്രമായിരിക്കുന്ന മാനസികമായ അടുപ്പത്തിൻ്റെ ദാർഢ്യം അവരെയെല്ലാം ഒന്നിപ്പിക്കുന്നു. ആ അവസരത്തിലാണ് അവിടെ അക്രൂരൻ കടന്നു വന്ന് ഭഗവാനെ മധുരാപുരിയിലേക്ക് കൊണ്ടുപോകുന്നത്. ഗോകുലം മുഴുവൻ വേദനിച്ചു, ഗോകുലം മുഴുവൻ വിലപിച്ചു. ഗോപികമാർക്കുണ്ടായ ദുഃഖത്തിന് ഒരു അതിരുമില്ലാതിരുന്നു. ഒരു നിമിഷം പോലും അവർക്ക് ഭഗവാനെ അവിടെ നിന്നിട്ട് മാറി നിൽക്കുന്നതായിട്ട് സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഇരിക്കവേ ഭഗവാനിത അവിടെ നിന്നിട്ട് മധുരയിലേക്ക് പോകുന്നു. വലിയ വലിയ കാര്യങ്ങൾ അവിടെ അദ്ദേഹത്തെ കാത്തിരിക്കുന്നു. കംസൻ ഭഗവാനെ ബലഭദ്രനോടൊപ്പം ഹിംസിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ട് ക്ഷണിച്ചത്. പക്ഷേ കംസനത് സാധിക്കില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയും. കംസനത് സാധിച്ചുമില്ല. പകരം കംസനെയും കംസൻ്റെ സഹായികളായിരിക്കുന്ന എല്ലാ രാക്ഷസീ ബുദ്ധികളെയും ഭഗവാൻ സംഹരിച്ചു. ഭഗവാന്റെ കരം കൊണ്ട് സംഹരിക്കപ്പെട്ടപ്പോൾ അവരുടെ പാപങ്ങളെല്ലാം അകന്നു. അങ്ങനൊരു സൗഭാഗ്യം ഭഗവത് സാന്നിധ്യത്താൽ അവർക്ക് കൈവരികയും ചെയ്തു. തുടർന്ന് ഭഗവാൻ തൻ്റെ മുത്തച്ഛനായിരിക്കുന്ന കംസൻ്റെയും പിതാവായിരിക്കുന്ന, നേരത്തെ അവിടെ രാജാവായിരുന്ന ആ മഹാപുരുഷനെ കിരീടം ധരിപ്പിച്ചു, അവിടെ രാജാവാക്കി വാഴിച്ചു. അദ്ദേഹം ഏറെക്കാലമായിട്ട് ബന്ധനത്തിലായിരുന്നു. അങ്ങനെ അദ്ദേഹത്തെ രാജാവായിട്ട് വാഴിച്ചു. മധുരാപുരി മുഴുവൻ വളരെ സന്തോഷത്തിലായി, അച്ഛനമ്മമാരെ സന്തോഷിപ്പിച്ചു. ഇങ്ങനെ മധുര ആകെ മാറി. യാദവന്മാരുടെ മുഴുവൻ ആത്മസർവസ്വമായിട്ട് ഭഗവാൻ അവിടെ വിരാജിച്ചു. ഈ അവസരത്തിൽ ഭഗവാൻ ചിന്തിച്ചു, അവിടെ ഗോകുലത്തിൽ എല്ലാവരും ഇപ്പോൾ തന്നെക്കുറിച്ച് ചിന്തിച്ചിട്ട് ദുഃഖിക്കുന്നുണ്ട്. അദ്ദേഹത്തിനറിയാം അവരുടെ വേദന എത്രത്തോളം പ്രഗാഢമാണ് എന്ന്. എന്തുകൊണ്ടെന്നാൽ എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ്. നമ്മുടെ എല്ലാം ഉള്ളിലിരിക്കുന്ന ഭഗവാനാണ്. നമ്മുടെ സർവ്വകാര്യങ്ങളും നന്നായി അറിയുന്നത് ഭഗവാനാണ്. നമ്മുടെ കാര്യങ്ങളിൽ ചിലത് മാത്രമേ നാം പോലും അറിയുന്നുള്ളൂ. എല്ലാം വളരെ ഭംഗിയായിട്ട് ഭഗവാൻ അറിയുന്നു. നമ്മുടെ കഴിഞ്ഞ ജന്മങ്ങളും ഈ ജന്മവും ഈ ജന്മത്തിലെ അവസ്ഥയും ഇപ്പോഴത്തെ പ്രവൃത്തികൾ കൊണ്ട് വരുന്ന ജന്മങ്ങൾ ഏത് പ്രകാരത്തിൽ രൂപാന്തരപ്പെടുമെന്നും ഒക്കെ അറിയുന്നത് ഭഗവാനാണ്. കഴിഞ്ഞ ജന്മങ്ങളെക്കുറിച്ച് നമുക്കൊന്നും അറിഞ്ഞുകൂടാ. ഇനി ഏതൊക്കെ ജന്മങ്ങളിലൂടെ കടന്നു പോകുമെന്നുള്ളത് നമുക്കറിഞ്ഞുകൂടാ. ജന്മങ്ങൾ ഇനി ഉണ്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. ഈ ജന്മത്തിലും നാളെ എന്ത് സംഭവിക്കുന്നു എന്ന് പോലും നമുക്കറിഞ്ഞുകൂടാ. ഈ ജന്മത്തിൽ തന്നെയും കടന്ന കാര്യങ്ങളിൽ ചിലത് മാത്രമേ നമുക്ക് ഓർമ്മയുള്ളൂ. ബാക്കിയൊക്കെ എവിടെയോ നാം വിസ്മരിച്ചു പോയിരിക്കുന്നു. അങ്ങനെ ഓർമ്മിക്കുന്നത് പോലും അതിൻ്റെ യഥാർത്ഥ പ്രകൃതത്തിലല്ല നാം ഓർമ്മിക്കുന്നത്, നമ്മുടേതായിട്ടുള്ള മാനസികാവസ്ഥയ്ക്കനുസരിച്ചാണ് നാം അതിനെയെല്ലാം അറിയുന്നതും ഓർമ്മിക്കുന്നതും. പക്ഷേ എല്ലാം വളരെ കൃത്യമായി ഈ ലോകത്തിൽ എത്ര ചരാചരങ്ങളുണ്ടോ അവയുടെ എല്ലാം അവസ്ഥയെ വളരെ കൃത്യമായി അറിയുന്നത് ഭഗവാനാണ്. അതുകൊണ്ട് ഭഗവാൻ അറിയാം അവിടെ ഓരോരുത്തരും എത്ര പ്രകാരത്തിൽ തന്നെ വേർപിരിഞ്ഞിട്ട് ദുഃഖിക്കുന്നു എന്ന്. ആ ദുഃഖത്തിന് ഒരു ശാന്തി ഉണ്ടാക്കി കൊടുക്കണം.
എന്ന് മാത്രമല്ല ആ ദുഃഖത്തെ അവരിൽ നിന്നിട്ട് പൂർണ്ണമായും നിഷ്കാസനം ചെയ്യണം. അവർ വേദനിക്കുന്നത് അവരുടെ അറിവിൻ്റെ അപൂർണത കൊണ്ടാണ്. ഭഗവാൻ എപ്പോഴും എന്താ ചെയ്യുക? നമ്മുടെ ഇപ്പോഴത്തെ അറിവ് എത്രത്തോളമാണോ അവിടെ നിന്ന് നമ്മെ പിടിച്ചുയർത്തി ക്രമേണ മുകളിലേക്ക് നയിച്ച് അധ്യാത്മവികാസം എന്നതിന് പറയും. അധ്യാത്മവികാസത്തിൻ്റെ ബന്ധാവിലൂടെ നമ്മെ മുകളിലേക്ക് നയിച്ച് പൂർണ്ണ ജ്ഞാനത്തിലെത്തിക്കും. ഇതാണ് ഭഗവാൻ എപ്പോഴും ചെയ്യുന്നത്. നമ്മുടെ എല്ലാ ജന്മത്തിലും ഭഗവാൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ നമ്മൾ ഭഗവാനെ തിരിച്ചറിഞ്ഞാൽ നാം ഭഗവാനെ എങ്ങനെ തിരിച്ചറിയും? ഗുരുവായി തിരിച്ചറിയും. പലപ്പോഴും പല ജന്മങ്ങളിലും അതുപോലും നമ്മുടെ പരിമിതികൾ കൊണ്ട് നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഗുരുവായി തിരിച്ചറിയാൻ കഴിഞ്ഞാലോ അവിടത്തോട്ട് നമ്മുടെ ഭാഗ്യം വളരെയേറെ വർദ്ധിക്കുന്നു. നാം അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞാലും ഇല്ലെങ്കിലും അദ്ദേഹം നമ്മുടെ കൂടെ ഉണ്ടാകും. നാം വീഴാൻ തുടങ്ങിയാൽ വീഴാൻ അനുവദിക്കില്ല. അദ്ദേഹം നമ്മെ താങ്ങിയെടുക്കും. അദ്ദേഹം നമ്മെ മുന്നോട്ട് നയിക്കും. നമ്മുടെ തെറ്റുകുറ്റങ്ങളെയെല്ലാം അദ്ദേഹം ദൂരീകരിക്കും. അദ്ദേഹം നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മെ പഠിപ്പിച്ചു തരും. എന്നിട്ട് ശരിയായ മാർഗത്തിലൂടെ അദ്ദേഹം നയിക്കും. അങ്ങനെ ക്രമേണ നമ്മെ ഉയർത്തിക്കൊണ്ടുവരും. തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്ക് ഉയർത്തും. രജോ ഗുണത്തിൽ നിന്ന് സാത്വിക ഗുണത്തിലേക്ക് ഉയർത്തും. അങ്ങനെ സാത്വിക ഗുണത്തിലേക്ക് നാം എത്തിച്ചേരുമ്പോഴേക്കും ഭഗവാനെ ഗുരുവായിട്ട് ഭംഗിയായി നമുക്ക് തിരിച്ചറിയാനാകും. ആ ഭഗവാനെ സമാശ്രയിക്കാനാകും. വളരെയേറെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടിയിട്ട് ലോകോപകാരപ്രദമായ കർമ്മങ്ങൾ നിരന്തരം ചെയ്യുവാനുള്ള മാനസികാവസ്ഥ നമുക്കുണ്ടാകും. ആ സാത്വിക ഗുണം വീണ്ടും വീണ്ടും വർദ്ധിച്ച് അതിൻ്റെ പൂർണ്ണതയോടെടുക്കുമ്പോൾ ഭഗവാനെ നേരിട്ട് കാണും. ഭഗവാൻ തന്നെയാണെന്നും തിരിച്ചറിയും. യഥാർത്ഥത്തിൽ എപ്പോഴും നാം കാണുന്നത് ഭഗവാനെ തന്നെയാണ്. പക്ഷെ അത് ഭഗവാൻ തന്നെയാണ് എന്ന് നാം തിരിച്ചറിയുന്നത് നമ്മുടെ ഉള്ളിലുള്ള രജസും തമസും തീർന്ന് സാത്വിക ഗുണം പൂർണ്ണതയോടടുക്കുമ്പോഴാണ്. അങ്ങനെ നമ്മെ അധ്യാത്മവികാസത്തിൻ്റെ മാർഗത്തിൽ മുന്നിലേക്ക് വളരെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുപോകുന്നയാളാണ് അദ്ദേഹം. ഇപ്പോൾ ഈ ഗോപികമാരും അതേപോലെ തന്നെ ആ ഗോകുലത്തിലുള്ള എല്ലാ ആളുകളും അധ്യാത്മവികാസത്തിൽ വലിയ ഉയർന്ന പടവുകളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. വിശേഷിച്ചും ഈ ഗോപികമാര് അവര് ഭഗവാനെ സ്വന്തം കാമുകനായി കണ്ടാണ് ഭഗവാനെ ആശ്രയിക്കുന്നത്. അതിന് മധുരഭക്തി എന്ന് പറയും. ഭക്തിക്ക് അനേകം സ്വരൂപങ്ങളുണ്ട്. ഭഗവാനെ നമുക്ക് നമ്മുടെ മനസ്സിന് ഇണങ്ങുന്ന പ്രകാരത്തിൽ കാണാൻ കഴിയും. ഭഗവാനെ നമുക്ക് ഗുരുവായി കാണാം. ഭഗവാനെ നമുക്ക് അച്ഛനായി കാണാം. ഭഗവാനെ നമുക്ക് അമ്മയായി കാണാം. ഭഗവാനെ നമുക്ക് ബന്ധുവായി കാണാം. ഭഗവാനെ കൂട്ടുകാരനായി കാണാം. ഭഗവാനെ നമ്മുടെ നായകനായി കാണാം. ഭഗവാനെ സഹോദരനായി കാണാം. ഭഗവാനെ സന്താനമായി കാണാം. നമ്മൾ കണ്ടു കപിലന്റെ അമ്മയായ ദേവഹൂതി തൻ്റെ ഗുരുവായി കണ്ട് സമാശ്രയിക്കുന്നത്. കപിലോപദേശം എല്ലാം നമ്മൾ നേരത്തെ കണ്ടതാണ്. അതാണ് ഭഗവാനെ മകനായിട്ട് കപിലനായിട്ട് ദേവഹൂതി കാണുന്നു. ഇങ്ങനെ നമ്മുടെ മനസ്സിൻ്റെ ഘടനയ്ക്കനുസരിച്ചിട്ട് ഭഗവാനെ കാണാം. ഭഗവാനെ ആശ്രയിക്കാം. ഭഗവാനിൽ സമ്പൂർണമായും സമർപ്പിക്കാം. അങ്ങനെ പരിപൂർണമായിട്ടും ഭഗവാനിൽ സമർപ്പിച്ചുകൊണ്ട് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടുമുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് ഭക്തി എന്ന പേര്. ഇവിടെ ഗോപികമാരാകട്ടെ ഭഗവാനെ കാമുകനായിട്ടാണ് കാണുന്നത്. അവരുടെ ഉള്ളിലുള്ളതായ രതി എന്നുള്ളതായ സ്ഥായി ഭാവം, എല്ലാ ജീവരാശിയുടെയും ഉള്ളിൽ രതിയുണ്ട്. എല്ലാ മനുഷ്യരുടെ ഉള്ളിലും രതിയുണ്ട്. അങ്ങനെ രതി എന്നുള്ളതായ സ്ഥായി ഭാവം, ആ സ്ഥായി ഭാവം അവരിൽ വളരെയേറെ ബലവത്താണ്. വളരെ എളുപ്പത്തിൽ ഭഗവാനെ സമീപിക്കാൻ പറ്റിയതായ സ്ഥായി ഭാവവും അത് തന്നെയാണ്, രതി തന്നെയാണ്. അങ്ങനെ ആ രതിയെ ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനിൽ സമർപ്പിച്ചാൽ അതിന് പ്രണയം എന്ന് പറയും. രതിയെ ഏതെങ്കിലും ഒരു വ്യക്തിയിൽ സമർപ്പിക്കുന്നു, അത് പ്രണയം. പക്ഷെ ഈ ലോകത്തിലുള്ള ഒരു വ്യക്തിയും ശാശ്വതമായ നിലനിൽപ്പുള്ളയാളല്ല. എല്ലാവരും ഈ ഭൂമിയിൽ വരും, കുറേ നാൾ ഭൂമിയിൽ ജീവിക്കും, ഭൂമിയിൽ നിന്നിട്ട് എങ്ങോട്ടോ യാത്രയായി പോകും. അങ്ങനെ അശാശ്വതമായ
വ്യക്തിത്വങ്ങളിൽ രതിയെ സമർപ്പിച്ചു കഴിഞ്ഞാൽ ആ രതിക്കും അശാശ്വതമായിട്ടുള്ള അനുഭവം വന്നു ചേരും. അങ്ങനെ ഭൂമിയിലുള്ളൊരു മനുഷ്യൻ്റെ പുറത്ത് രതിയെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അതിന് പ്രണയം എന്നു പേര്. ഭൂമിയിലുള്ള മനുഷ്യരൂപം കൈവരിച്ചിരിക്കുന്ന ഭഗവാനിൽ തന്നെ രതിയെ സമർപ്പിച്ചാലോ അതിന് ഭക്തി എന്നു പേര്. തൻ്റെ ഉള്ളിലുള്ള രതിയെ തൻ്റെ മുന്നിൽ മനുഷ്യരൂപത്തിൽ കാണുന്ന ഭഗവാനിൽ സമർപ്പിക്കുന്നു. അതിന് ഭക്തി എന്ന പേര്. ഭഗവാനെ കൂട്ടുകാരനായി കണ്ടാലും അമ്മയായി കണ്ടാലും അച്ഛനായി കണ്ടാലും അതേപോലെ തൻ്റെ സന്താനമായി കണ്ടാലും ഗുരുവായി കണ്ടാലും ഭഗവാനെ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അതിന് ഭക്തി എന്ന പേര്. ഈ ഗോപികമാര് ഭഗവാനിൽ സ്വന്തം പ്രണയത്തെ സ്വന്തം രതിയെ സമർപ്പിച്ചിരിക്കുന്നു. അതിന് മധുരഭക്തി എന്ന പേര്. അവരുടെ ആ ഭക്തി അങ്ങേറ്റം തീവ്രതരമാണ്. അതാണ് നമ്മൾ ഇതിനു മുമ്പെയുള്ള അധ്യായങ്ങളിൽ കണ്ടത്. അവർക്ക് ഭഗവാൻ ഏതെല്ലാം പ്രകാരത്തിൽ തൻ്റെ ദർശനവും തൻ്റെ അനുഭവവും നൽകി എന്നുള്ളത് നമ്മൾ കണ്ടു. നമ്മൾ വേണുഗാനം കേട്ടു. അതേപോലെ തന്നെ ഗോപികമാരുടെ വസ്ത്രം അദ്ദേഹം അപഹരിക്കുന്നത് കണ്ടു. എന്താ വസ്ത്രം? നമ്മുടെ ഈ ശരീരം തന്നെ. 5 വസ്ത്രങ്ങൾ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. അതിന് അന്നമയകോശം, പ്രാണമയകോശം, മനോമയകോശം, വിജ്ഞാനമയകോശം, ആനന്ദമയകോശം എന്ന പേര്. ഈ 5 കോശങ്ങളാകുന്ന വസ്ത്രം ധരിച്ചിട്ടാണ് ആത്മാവാകുന്ന നമ്മൾ ഈ ഭൂമിയിൽ ഞാൻ മനുഷ്യനാണ് എന്നുള്ള ധാരണയോടുകൂടിയിട്ട് സഞ്ചരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതാണ് ഗോപസ്ത്രീ വസ്ത്രാപഹരണം. അത് നമ്മൾ കണ്ടു. ഗോപികമാര് പരിപൂർണമായിട്ടും ഭഗവാനിൽ സമർപ്പിക്കുന്നത് നാം കണ്ടു. അത് കഴിഞ്ഞപ്പോഴേക്കും അവിടെ ആ യമുനാതീരം സ്വർഗത്തെ പോലും അതിശയിക്കുന്നതായ ഒരു ഗംഭീരമായ വൈകുണ്ഠലോകമായിട്ട് മാറുകയാണ്. അവിടെ വച്ചിട്ട് ഭഗവാൻ അവർക്ക് രാസാനുഭവം നൽകുന്നു. ഭഗവാനെ കൺമുന്നിൽ ഒരു മനുഷ്യരൂപത്തിൽ കാണുന്നു. എങ്ങനെ? പീലിത്തിരിമുടിയും അതേപോലെ തന്നെ മഞ്ഞപ്പട്ടും നീല നിറവും കയ്യിൽ ഓടക്കുഴലും ഒക്കെയായിട്ട് ഭഗവാനെ കൺമുന്നിൽ കാണുന്നു. ആ രൂപമുണ്ടല്ലോ, ആ രൂപം പരമാത്മാവിൻ്റെ രൂപമാണ്. യഥാർത്ഥത്തിൽ പരമാത്മാവിന് യാതൊരു രൂപവുമില്ല, നിർഗുണവും നിരാകാരവുമാണ്. നിർഗുണ നിരാകാരമായ പരബ്രഹ്മം നമ്മുടെ മുന്നിൽ നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ പാകത്തിന് ആവിർഭവിച്ചാൽ ഈ രൂപത്തിൽ കാണും. ആ നീലിമ ബ്രഹ്മത്തിൻ്റെ അനന്തതയുടെ പ്രതീകമാണ്. ആ മഞ്ഞപ്പട്ട് ആ ബ്രഹ്മം ഈ ഒരു രൂപം കാണിക്കാൻ വേണ്ടി സ്വീകരിച്ചിരിക്കുന്ന തൻ്റേതായ മായയുടെ വർണ്ണമാണ്. ആ കാണുന്നതായ ഓടക്കുഴലുണ്ടല്ലോ, 9 ദ്വാരങ്ങളുള്ളതായ ഓടക്കുഴൽ, അത് നമ്മൾ ഓരോരുത്തരുമാണ്. 9 വാതിലുകളുള്ള നമ്മുടെ ഈ ശരീരം, അതാണ് ആ ഓടക്കുഴൽ. നാമാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ഓടക്കുഴൽ. അതിനകത്തേക്ക് അദ്ദേഹം തൻ്റെ ജീവശ്വാസത്തെ കടത്തിവിടുമ്പോഴാണ് നാം ജീവനുള്ളവരായി ഇങ്ങനെ വിവിധങ്ങളായ കർമ്മങ്ങൾ ചെയ്യാൻ ശേഷിയുള്ളവരായി ഭവിക്കുന്നത്. ആ തിരുമുടിയുണ്ടല്ലോ, ആ മയിൽപ്പീലി ചൂടിയതായ തിരുമുടി, മയിൽപ്പീലി സർവ്വവർണ്ണങ്ങളുമുണ്ട്. ലോകത്തെ മുഴുവൻ കവരുന്നതായ, ലോകത്തിൻ്റെ മനസ്സിനെ മുഴുവൻ അപഹരിക്കുന്നതായ വർണ്ണ വൈവിധ്യം, വർണ്ണ മനോഹാരിതയുണ്ട്. ഭഗവാൻ സൗന്ദര്യസ്വരൂപനാണ്, ഭഗവാൻ ജ്ഞാനസ്വരൂപനാണ്. ആ ജ്ഞാനവും സൗന്ദര്യവും ഒക്കെയാണ് മയിൽപ്പീലിയായിട്ട് ആ ശിരസിലിരിക്കുന്നത്. അങ്ങനെ നിർഗുണ നിരാകാര ബ്രഹ്മം സഗുണ സാകാരമായിട്ട് കാണപ്പെടുമ്പോൾ ഇങ്ങനെയിരിക്കും. കാലിക്കാലിൽ തടവിന് പൊടിച്ചാർത്തുകൊണ്ട് അത്തശോഭം, പീലിക്കണ്ണാൽ കലിതചികുരം പീത കൗശേയവീതം, കോലും കോലക്കുഴലുമിയലും ബാലഗോപാലലീലം, കോലം നീലന്തവ നിയതവും കോയിൽ കൊൾഗങ്ങളുള്ളിൽ. തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് അകത്ത് അവിടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട്, ആമ്പാടി. ആ ആമ്പാടിയിലെ കൃഷ്ണനെ ഇന്നേക്ക് 600 കൊല്ലങ്ങൾക്കപ്പുറത്ത് ഉണ്ണുനീതി സന്ദേശം എഴുതിയ അജ്ഞാതനാമാവായ ഭക്തനായ കവി സ്തുതിക്കുന്ന ശ്ലോകമാണ് ഈ കേട്ടത്. ഇപ്പോൾ ഞാൻ ചൊല്ലിയത് 1360 AD അപ്പോഴേ രചിക്കപ്പെട്ടതാണ് ആ കാവ്യം. അതിലുള്ള ശ്ലോകമാണിത്. അങ്ങനെയുള്ളതായ ആ ഭഗവാൻ
എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഈ കുടികൊള്ളണമേ, കോയിൽ കൊള്ളുകയണമേ, എൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ സ്ഥിരമായി വസിക്കണമേ. കോലം നീലന്തവനിയതവും കോയിൽ കൊള്ളുകങ്ങളുള്ളിൽ. അങ്ങനെ നിർഗുണ നിരാകാര ബ്രഹ്മം സഗുണ സാകാരമാകുമ്പോൾ അങ്ങനെ ഇരിക്കും. ആ ഭഗവാനെ ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുമ്പോഴേക്കും ആ പരമാത്മാവിൻ്റെ ആനന്ദം അതേ പ്രകാരത്തിൽ നമുക്ക് അനുഭവപ്പെടും. ആ ആനന്ദം നമ്മിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് ജീവിതം മുഴുവൻ ആനന്ദമയമാകും, പ്രപഞ്ചം മുഴുവൻ സൗന്ദര്യമയമാകും. അതാണ് യമുനാതീരത്തെ ആ സൗന്ദര്യം. അങ്ങ് നിറനിലാവ് പരന്നൊഴുകുന്ന ആ ദിവ്യമായിരിക്കുന്ന ആ അനുഭൂതി സാന്ദ്രമായിരിക്കുന്ന കണ്ണുകളെ ആകർഷിക്കുന്ന മനസ്സുകളെ കവരുന്ന ആ ദിവ്യമായ ആ ദൃശ്യം. പിന്നെയോ അവിടെ വേണുഗാനം ഇങ്ങനെ എല്ലാവരെയും മധുരീകരിച്ചുകൊണ്ട് പരന്നൊഴുകുന്നു എന്ന് മാത്രമല്ല, ആ ഭഗവാന്റെ സംഗീതത്തിൽ എല്ലാവരും അലിഞ്ഞു ചേരുന്നു. ഭഗവാൻ നൃത്തം ചെയ്യുന്നു, എല്ലാവരും നൃത്തം ചെയ്യുന്നു. ആനന്ദ ഹൃദയത്തിലേക്ക് വരുമ്പോഴേക്കും ആ ആനന്ദ നൃത്തമായി സംഗീതമായി പ്രവഹിക്കും. ആ ആനന്ദം പരിധിയില്ലാത്ത ആനന്ദമാണ്, ബ്രഹ്മാനന്ദമാണ്. ഇങ്ങനെ ബ്രഹ്മാനന്ദം ഈ കാണുന്ന കൃഷ്ണൻ എന്നുള്ള ആ ഉപാധിയിലൂടെ നമുക്ക് സമാധ്യവസ്ഥയിൽ നേരിട്ട് അനുഭവപ്പെടുന്നതാണ് ആ രാസക്രീഡ. രസത്തെ അനുഭവപ്പെടുത്തുന്ന ക്രീഡ, അതാണ് രാസക്രീഡ. എന്താ രസം? രസോ വൈസഹ. ഉപനിഷത്ത് അവനാണ് രസം, ആ പരമാത്മാവാണ് രസം. ആ പരമാത്മാവിനെ ഇങ്ങനെ ഉപാധിയിലൂടെ അനുഭവിക്കുമ്പോൾ അതിന് രാസക്രീഡ എന്ന് പേര്. ആ അനുഭവം വരെ എത്തിയവരാണ് സമാധിയുടെ വളരെ ഉയർന്ന അവസ്ഥയിൽ, അതായത് സവികൽപ്പ സമാധിയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയിലെത്തിയവരാണ്. ഇനി അവർക്ക് നിർവികൽപ്പ സമാധിയിലേക്ക് ഉയരണം, അവരെ ഉയർത്തണം. ഇതുവരെ അവരെ കൊണ്ടുവന്നത് ഭഗവാനാണ്. ഇനി അതിനപ്പുറത്തേക്കും കൊണ്ടുപോകണം, ഭഗവാൻ അറിയാം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്തു? നിർഗുണ നിരാകാരമായിരിക്കുന്ന തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അവർക്ക് പഠിപ്പിച്ചു കൊടുത്ത് അവരുടെ മനസ്സിനെ തന്നിൽ തന്നെ ഉറപ്പിക്കാൻ. അപ്പോഴേക്കും മനസ്സ് ലയിക്കും. മനോലയം എന്നുള്ള അവസ്ഥയാണ് അത്. പരിപൂർണമായ സമാധി, നിർവികൽപ്പ സമാധി. നിർവികൽപ്പ സമാധിയിലേക്ക് ഉയരാനുള്ള പരിശീലനമാണ്. അങ്ങനെ മനോലയം അവർക്ക് കൈവരാൻ അതിനുവേണ്ടിയുള്ള പരിശീലനം കൊടുക്കണം. അതിന് ഭഗവാൻ എന്ത് ചെയ്തു? അദ്ദേഹം മധുരയിൽ നിന്ന് ഇങ്ങോട്ട് വന്നില്ല, പകരം തൻ്റെ ദൂതനെ അയച്ചു. ആരാ ദൂതൻ? ഉദ്ധവൻ. ആ ഉദ്ധവൻ ആരാ? ഭഗവാന്റെ മന്ത്രിയായിട്ട്, ഭഗവാന്റെ അടുത്ത സുഹൃത്തായിട്ട്, ഭഗവാന്റെ ബന്ധുവായിട്ട്, ഭഗവാനെ തന്നെ തൻ്റെ സർവസ്വമായി കാണുന്നവനായിട്ട്, ഒരു നിമിഷം പോലും ഭഗവാനിൽ നിന്നിട്ട് പിരിയാത്തവനായിട്ട്, ഭഗവാന്റെ ആജ്ഞകളെല്ലാം നിർവഹിക്കുന്നവനായിട്ട്, ഭഗവാനോടൊപ്പം കഴിയുന്നവൻ. കണ്ടു കഴിഞ്ഞാൽ ഭഗവാന്റെ രൂപം തന്നെ. ആ വേഷവിധാനങ്ങളും അങ്ങനെ തന്നെ. ഭഗവാൻ തന്നെ വരികയാണോ എന്ന് തോന്നിപ്പോകും. അടുത്ത് ചെല്ലുമ്പോഴാണ് അത് ഭഗവാനല്ല ഉദ്ധവനാണെന്ന് അറിഞ്ഞത്. അത്ര കണ്ട് സാദൃശ്യം ഉദ്ധവന് ഭഗവാനോടുണ്ട്. ആ ഉദ്ധവനെ തന്നെ അങ്ങോട്ട് അയച്ചു. ഉദ്ധവൻ വരുന്നു പറഞ്ഞാൽ ഭഗവാൻ വരുന്നു എന്ന് തന്നെയാണ് എൻ്റെ അർത്ഥം. ഉദ്ധവനെ അങ്ങോട്ട് അയച്ചു. ഉദ്ധവ, നീ ഗോകുലത്തിലേക്ക് പോകണം. അവിടെ എല്ലാവരും എന്നെ പിരിഞ്ഞ് വേദനിച്ചിരിക്കുകയാണ്. നീ അവർക്ക് ശാന്തി ഉളവാക്കി കൊടുക്കണം. അവരെന്നെ പിരിഞ്ഞിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം അവരെ അറിയിക്കണം. അവർക്ക് നീ ജ്ഞാനോപദേശം നൽകണം. നിർഗുണ നിരാകാര ബ്രഹ്മമാണ് ഞാനെന്ന് നീ അവരെ പഠിപ്പിക്കണം. അതിനു വേണ്ടിയിട്ട് ആദ്യം നീ അവിടെ ഗോകുലത്തിലേക്ക് ചെന്നിട്ട് എൻ്റെ അച്ഛനമ്മമാരെ കാണുക. ആരാ അച്ഛനമ്മമാര്? നന്ദഗോപരും യശോദയും. എൻ്റെ അച്ഛനമ്മമാര് ഇവിടെയുണ്ട്. അച്ഛനമ്മമാരാരാ? ദേവകിയും വസുദേവനും. അവിടെ നന്ദഗോപരും യശോദയും മക്കളെ രണ്ടുപേരെയും പിരിഞ്ഞു എന്ന് കരുതിയിട്ട് വേദനിച്ചിരിക്കുകയാണ്. അവരെ പോയി കാണണം. അവർക്ക് ഈ വേദാന്ത ഉപദേശം നൽകണം. അവരെ ഈ തലത്തിലേക്ക് നീ കൊണ്ടുവരണം. എന്നിട്ട് നീ ഗോപികമാർക്കും എൻ്റെ ജ്ഞാനോപദേശം നൽകണം. ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞു. ഉദ്ധവനെ അവിടെ നിന്നിട്ട് രഥത്തിലയച്ചു. സ്വർണ്ണ രഥത്തില് രാജാവിൻ്റെ അടയാളം ഉള്ള കൊടി പാറിക്കളിക്കുന്ന ആ ദിവ്യമായ രഥം. അതിലാണ് നേരത്തെ അക്രൂരൻ ഇങ്ങോട്ട് വന്നത്. കംസൻ കൊടുത്തയച്ച രഥത്തില് കംസനാണ് അയച്ചത് അക്രൂരൻ വന്ന് കൃഷ്ണനെ വിളിക്കാൻ. ഇപ്പോഴിതാ അവിടുത്തെ രാജാവിൻ്റെ കൊച്ചുമകൻ കൃഷ്ണൻ ഇങ്ങോട്ട് ആ രഥത്തെ ഇങ്ങോട്ട് അയക്കുന്നു.
എന്തിനാ ഉദ്ധവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട്. ഉദ്ധവൻ വന്നു. ഗോകുലത്തിലേക്ക് വരുമ്പോൾ തന്നെ ഉദ്ധവന്റെ ഹൃദയത്തിലുണ്ടായ സന്തോഷത്തിന് ഒരതിരുമില്ല. ഉദ്ധവൻ അവിടെ മണ്ണിൽ വീണ് ഉരുളുകയാണ്. അത്ര കണ്ട് പവിത്രമാണ് ആ ഓരോ മണ്ണും. എന്തുകൊണ്ടാ? കൃഷ്ണന്റെ കാൽപാദം പതിഞ്ഞ മണ്ണാണത്. ആ മണ്ണ് ബ്രഹ്മാനുഭവത്തെ ഉളവാക്കുന്നു. എന്നിട്ട് നേരെ നന്ദഗോപരുടെ വീട്ടിന്റെ മുന്നിൽ ചെന്ന് നിന്നു. അവിടെ അദ്ദേഹത്തിന് ഗംഭീരമായ സ്വീകരണം. അച്ഛനെയും അമ്മയൊക്കെ നമസ്കരിച്ചു. എന്നിട്ട് ഭഗവാന്റെ സന്ദേശം അവരെ അറിയിച്ചു. അപ്പോൾ ഗോപികമാര് കണ്ടു, ഇതാ രഥം മധുരയിൽ നിന്ന് വന്നിരിക്കുന്നു. അന്ന് വന്ന രഥം തന്നെ. ആരായി വന്നിരിക്കുന്നത്? ഭഗവാൻ കൃഷ്ണൻ തന്നെ വന്നിരിക്കുകയാണോ അതോ ഇനി വേറെ ആരെങ്കിലും വന്നിരിക്കുകയാണോ? നമുക്കറിയണമല്ലോ. ഗോപികമാര് കൃഷ്ണനെ പിരിഞ്ഞിരിക്കുന്ന കൊണ്ട് അങ്ങേറ്റം വേദനിക്കുന്ന കരയുന്ന ഗോപികമാര്. അവർ ഓരോ നിമിഷവും കൃഷ്ണനെയാണ് ഓർക്കുന്നത്. അവർക്ക് വീട്ടിൽ ഒരുപാട് ജോലിയുണ്ട്, അനേകം കടപ്പാടുകളുണ്ട്, കടമകളുണ്ട്. അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. വീട്ടിലൊരു കുറവും വരുത്തുന്നില്ല. പക്ഷേ എന്ത് ചെയ്താലും അത് കൃഷ്ണന് വേണ്ടിയിട്ടാണ്. ഭർത്താവിന് വേണ്ടി, മക്കൾക്ക് വേണ്ടി, സഹോദരങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതെല്ലാം കൃഷ്ണന് വേണ്ടിയിട്ടാണ്. ഇതാണ് അവരുടെ സങ്കല്പം. എല്ലാം കൃഷ്ണനാണ്. ഈ ഭൂമിയിൽ കൃഷ്ണനല്ലാതെ വേറൊന്നുമില്ല അവർക്ക്. അവർ കൃഷ്ണനെ എല്ലാറ്റിലും കാണുന്നു. അങ്ങനെ ഓരോ നിമിഷവും കൃഷ്ണനെ അവർ ധ്യാനിച്ച് കഴിയുന്നു. എങ്കിലും കൃഷ്ണൻ അങ്ങ് ദൂരെയാണ് എന്നുള്ള ദുഃഖം. എന്താ? അവരുടെ കൺമുന്നിൽ വെച്ചാണല്ലോ കൃഷ്ണൻ ഇവിടെ നിന്ന് ആ രഥത്തിലേറിയിട്ട് അങ്ങോട്ട് മധുരയിലേക്ക് പോയത്. അദ്ദേഹം തിരിച്ച് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് വന്നിട്ടില്ല. അവിടെ യാദവന്മാരുടെ മുഴുവൻ നേതാവായിട്ട്, അവരുടെ എല്ലാം രക്ഷകനായിട്ട് അവിടെ ഇരിക്കുകയാണ്. അദ്ദേഹം ഇങ്ങോട്ട് വന്നിട്ടില്ല. അദ്ദേഹം എന്തുകൊണ്ട് വരുന്നില്ല? അദ്ദേഹം നമ്മളെ ഓർമ്മിക്കുന്നുണ്ടോ? നമ്മളെ മറന്നുപോയോ? നമ്മളോടൊപ്പമുള്ള ദിവസങ്ങൾ മറന്നുപോയോ? അവരിങ്ങനെ നിരന്തരം ചിന്തിക്കുകയാണ്. കൃഷ്ണൻ തങ്ങളോടൊപ്പം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലെ ആ അനുഭവങ്ങൾ അവരോരോരുത്തരും നിരന്തരം ഓർത്ത് ആ അനുഭവ കഥകൾ അവരിങ്ങനെ പാടുകയാണ്. വേറെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ, കാണുന്നുണ്ടോ? ഇതൊന്നും അവർ ഓർക്കുന്നില്ല, ഇതൊന്നും ചിന്തിക്കാൻ നിൽക്കുന്നില്ല. കാരണം അവരുടെ മനസ്സിൽ കൃഷ്ണൻ മാത്രമേ ഉള്ളൂ. ആകെ ദുഃഖം കൃഷ്ണൻ അങ്ങ് ദൂരെയാണ്. കൃഷ്ണൻ ദൂരെയാണ്. ഇതാണ് അവരുടെ ദുഃഖം. ആ കൃഷ്ണനെ അടുത്ത് കാണണം. ഇത്രയും നാൾ അടുത്തുണ്ടായിരുന്നു. ആ കൃഷ്ണൻ ദൂരെ പോക്കളഞ്ഞു. കൃഷ്ണനെ അടുത്ത് കാണണം, അടുത്ത് ലഭിക്കണം. അതിനു വേണ്ടിയിട്ട് അവരുടെ മനസ്സ് കേഴുകയാണ്. അവരെ ഓടി നന്ദഗോപരുടെ വീടിന്റെ മുറ്റത്തെത്തി. അവിടെ വന്നിരിക്കുന്ന ആരാണ് എന്നറിയാനായിട്ട് അപ്പോഴേക്കും കണ്ടു, തം വീക്ഷ്യ കൃഷ്ണാനുചരം വ്രജസ്ത്രീയ. ആ വ്രജത്തിലെ ദശമസ്കന്ധത്തിലെ 47-ാമത് അധ്യായം, ആ വ്രജത്തിലെ ഗോകുലത്തിലെ സ്ത്രീകള് കൃഷ്ണന്റെ അനുചരനെ, കൃഷ്ണന്റെ പിന്നാലെ സഞ്ചരിക്കുന്ന കൃഷ്ണന്റെ സഹായിയെ, എപ്പോഴും കൃഷ്ണനോടൊപ്പമുള്ള സഹായിയെ നേരിട്ട് കണ്ടു. എങ്ങനെയുള്ള രൂപമാണ് അദ്ദേഹത്തിൻ്റെത്? പ്രലംബബാഹും നവകഞ്ചലോചനം. പുതിയ താമരപ്പൂവിൻ്റെ ഇതള് ഏത് ആകൃതിയിലും ഏത് മനോഹാരിതയിലും ഏത് പ്രഭയോടും കൂടിയിട്ടാണോ അതേ പ്രകാരത്തിലുള്ള കണ്ണുകളോടുകൂടിയവൻ. കൃഷ്ണന്റെ കണ്ണുകൾ എങ്ങനെയാണ്? താമരപ്പൂവിൻ്റെ ആകൃതിയുള്ള കണ്ണ് ഭഗവാന്റെ കണ്ണാണ്. കണ്ണിന് ആ ആകൃതി ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭഗവാനാണ്. ഭഗവാനോട് ഏറെ അടുത്ത ഭക്തന്മാർക്കും ഭഗവാന്റെ സ്വരൂപം വരും, സാരൂപ്യം, ഭഗവാന്റെ സ്വരൂപം വരും. അങ്ങനെ ആ ആകൃതിയുള്ള കണ്ണ് ഇതാ ഈ പുതിയ ആളില് നമ്മെ അന്വേഷിച്ചിട്ട് ഇവിടെ ഗോകുലത്തിലേക്ക് വന്നിരിക്കുന്ന ആളില് കാണുന്നു. അദ്ദേഹത്തിന്റെ കൈകളോ കൃഷ്ണന്റെ കൈകൾ പോലെ തന്നെ നല്ല ദൈർഘ്യമേറിയ കൈകൾ, നല്ല യോദ്ധാക്കളുടെ കൈകളാണത്. നീണ്ടുരുണ്ട ബലിഷ്ഠമായിരിക്കുന്ന കരങ്ങൾ. പിന്നെയോ ധരിച്ചിരിക്കുന്ന വസ്ത്രമോ പീതാംബരം പുഷ്കരമാലിനം. പീതാംബരനാണ്, മഞ്ഞപ്പെട്ട് ധരിച്ചിട്ടുണ്ട്. അത് കൃഷ്ണനാണ് മഞ്ഞപ്പെട്ട് ധരിക്കുക. അങ്ങനെ കൃഷ്ണനെ പോലെ വേഷം ധരിച്ചിട്ട് പുഷ്കരമാലിനം, താമരപ്പൂ കൊണ്ട് നിർമ്മിതമായിരിക്കുന്ന ഹാരത്തെ ധരിച്ചിരിക്കുന്നു. ലസൻ മുഖാരവിന്ദം മണിമൃഷ്ടകുണ്ടലം. ശോഭിക്കുന്ന താമരപ്പൂ പോലെയുള്ള അത്യന്തം ആകർഷണീയമായ മുഖത്തോടു കൂടിയവനാണവൻ. എന്ന് മാത്രമല്ല, അവൻ കുണ്ടലങ്ങൾ അണിഞ്ഞിട്ടുണ്ട് കാതില്. അത് വളരെയേറെ മനോഹരമാണ്, നല്ല ശില്പഭംഗിയൊത്തതാണ്. അതിൽ രത്നങ്ങൾ ധാരാളമായിട്ട് പതിച്ചിട്ടുണ്ട്.
അങ്ങനെയുള്ള ആ കുണ്ടലങ്ങളുടെ കാന്തിയാൽ അവൻ്റെ കവിളുകൾ പ്രകാശിക്കുന്നു. അവൻ്റെ കവിളിൻ്റെ കാന്തിയാൽ കുണ്ടലങ്ങളും പ്രകാശിക്കുന്നു. അങ്ങനെയുള്ള കുണ്ടലം ധരിച്ചിട്ട് വന്നിരിക്കുന്ന ആ ആളിനെ കണ്ടപ്പോഴത്തേക്കും അവർ ചിന്തിച്ചു, ശുചിസ്മിത കോയം അഭീച്യ ദർശന, ഇത്ര കണ്ട് സുന്ദരമായ രൂപത്തോടുകൂടിയവൻ, ആർക്കും കാണുമ്പോഴേക്കും ആ സൗന്ദര്യം ആരുടെ ഹൃദയത്തെയും ആകർഷിക്കും. അങ്ങനെയുള്ള സുന്ദരമായ രൂപത്തോടുകൂടിയവൻ, മധുരമായ പുഞ്ചിരിയോടുകൂടിയവൻ, അങ്ങനെയുള്ള ഇവൻ ആരാണ്? കുതശ്ച, ഇവൻ വന്നിരിക്കുന്നത് എവിടെ നിന്നാണ്? കസ്യ, ഇവൻ ആരുടെ ദൂതനാണ്? ആരുടെ സഹായിയാണ്? ആര് പറഞ്ഞയച്ചിട്ട് വന്നതാണ്? അച്യുത വേഷഭൂഷണ, അച്യുതൻ്റെ വേഷങ്ങളോടുകൂടിയവനാണ്, കൃഷ്ണന്റെ വേഷത്തോടുകൂടിയവനാണ്, കൃഷ്ണൻ ധരിക്കുന്ന പ്രകാരത്തിലുള്ള ഭൂഷണങ്ങളൊക്കെ അണിഞ്ഞിട്ടുള്ളവനാണ്. അങ്ങനെയുള്ള ഇവൻ ആരാണ് എന്നിങ്ങനെ അവര് ചോദിച്ചുകൊണ്ട് ആ തേരിന് ചുറ്റും വളഞ്ഞു. എന്നിട്ട് അവരിങ്ങനെ, തങ്ങൾ നിൽക്കുന്നത് ഈ തേരിന് സമീപത്താണ്, നാട്ടുകാരെല്ലാവരും കാണുന്നുണ്ട്, നാട്ടുകാരെല്ലാവരും കേൾക്കുന്നുണ്ട് എന്നൊന്നും ഓർത്തില്ല. അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞ് കവിയുന്ന കൃഷ്ണ ഭക്തി കൊണ്ട് അവരെന്ത് ചെയ്തു? ഗായന്ത്യ പ്രിയകർമാണി രുദത്യശ്ച ഗതശ്രിയഃ, അവര് ആ കൃഷ്ണന്റെ, എങ്ങനെയുള്ള കൃഷ്ണൻ? കൈശോര ബാല്യയോ, കൃഷ്ണൻ കിശോരനായിരുന്ന അവസരത്തിലും കൊച്ചു കുഞ്ഞായിരുന്ന അവസരത്തിലും കൃഷ്ണന്റെ ബാല്യത്തിലും കൃഷ്ണൻ ഏതൊക്കെ പ്രകാരത്തിലുള്ള ലീലകളാണോ ഇവിടെ ആടിയത്. അദ്ദേഹം വെണ്ണ കവരുന്നു, ആ വെണ്ണ കൂട്ടുകാർക്കെല്ലാം കൊടുക്കുന്നു, അദ്ദേഹം പക്ഷികളോടൊപ്പം പാടുന്നു, അദ്ദേഹം മൃഗങ്ങളോടൊപ്പം ഓടിക്കളിക്കുന്നു, തങ്ങളോടൊപ്പം ഓടിക്കളിക്കുന്നു, തങ്ങളോടൊപ്പം പാട്ടുപാടുന്നു. ഇങ്ങനെ 100 വിധത്തിലുള്ള കേളികളിൽ അദ്ദേഹം ഇവിടെ മുഴുകി. അങ്ങനെ തങ്ങളോടൊപ്പം അദ്ദേഹം ഏതൊക്കെ പാട്ടുകൾ പാടിയോ, എന്തൊക്കെ നൃത്തങ്ങൾ ചെയ്തോ ഇത്യാദികളെല്ലാം ഈ ഗോപികമാർ ഓർത്തിട്ട് അവരിങ്ങനെ ഗായന്ത്യ, അവർ പാടുന്നു, ഗോപികമാർ പാടുകയാണ്. ആ പഴയ കഥകൾ, ആ പഴയ സംഭവങ്ങളെല്ലാം അവര് ഉറക്കെ മധുരങ്ങളായ പാട്ടുകളായിട്ട് പാടുകയാണ്. ഗീതഗോവിന്ദത്തില് നമ്മൾ കേട്ടു, രാധയുടെ തോഴി പാടുന്ന പാട്ട് നമ്മൾ കേട്ടു. അങ്ങനെ അതേ പ്രകാരത്തില് ഇവർ പാടുകയാണ്. പിന്നെയോ കൃഷ്ണന്റെ മധുരങ്ങളായിരിക്കുന്ന കർമ്മങ്ങൾ, ആ ബാല്യത്തിലെ കർമ്മങ്ങൾ, ശത്രുക്കളായിട്ടുള്ള പൂതന, ശകടൻ, തൃണാവർത്തൻ തുടങ്ങിയവരൊക്കെ അദ്ദേഹം സംഹരിച്ചു, അവർക്ക് മോക്ഷവും കൊടുത്തു. പിന്നെ അതേ അവസരത്തിൽ മറ്റുള്ള എല്ലാ ആളുകൾക്കും അവരെ അർഹിക്കുന്ന പ്രകാരത്തിലുള്ള ആനന്ദത്തെ പകർന്ന്, ജ്ഞാനത്തെ പകർന്ന് മോക്ഷത്തെ നൽകി. ഇങ്ങനെ അവരാ കഥകളെല്ലാം ഇങ്ങനെ പാടിപ്പാടി കേൾപ്പിക്കുന്നു. പിന്നെയോ അവര് കരയുന്നു. എന്താ? അങ്ങനെയുള്ള കൃഷ്ണനെ കണ്ണിൽ കാണുന്നില്ല, അതുകൊണ്ട് അവർ ഉറക്കെ കരയുന്നു. എന്നിട്ട് ഗതഹറിയഹ, ലജ്ജ കൂടാതെ കണ്ടാണ് അവരിതൊക്കെ ചെയ്യുന്നത്. ആരെങ്കിലും കാണുന്നുണ്ടോ? ആരെങ്കിലും കേൾക്കുന്നുണ്ടോ? തങ്ങൾ ഇങ്ങനെ ഈ പ്രകാരത്തിൽ കൃഷ്ണകഥകൾ പാടിയിട്ട് ഇങ്ങനെ കരയുന്നതും നിലവിളിക്കുന്നതും കണ്ടു കഴിഞ്ഞാൽ മോശമല്ലേ? തങ്ങൾ കൊച്ചുകുട്ടികളൊന്നുമല്ല, പാകതോന്ന ആളുകളാണ്, ഉത്തരവാദിത്വമുള്ളവരെ ആളുകളാണ്, ഓരോ വീടിൻ്റെ ചുമതലയുള്ള ആളുകളാണ്. തങ്ങൾ ഇങ്ങനെ പെരുമാറാൻ പാടുന്നുണ്ടോ? ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. ലജ്ജയില്ലാതെ കണ്ട് തസ്യ സംസൃത്യ സംസ്മൃത്യ, അവൻ്റെ ആ കഥകളെ, ആ അവൻ്റെ പ്രവൃത്തികളെ ഇങ്ങനെ ഓർത്ത് 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 അവരിങ്ങനെ പാടുന്നു. ആ അവസരത്തിൽ എവിടെ നിന്നൊന്നും അറിയില്ല, ഒരു കറുത്ത നിറമുള്ള വണ്ട് പറന്നു വന്ന് ഈ ഗോപികമാര് അവിടെ ആ തേരിന് ചുറ്റുമായിട്ടും അതേപോലെ തന്നെ ഉദ്ധവന് ചുറ്റുമായിട്ടും അവർ നിൽക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് അവർ ഈ പാടുകയും ഈ ഇങ്ങനെ കഥകൾ പറയുകയും കരയുകയും ഒക്കെ ചെയ്യുന്നത്. അവരുടെ നടുവിലേക്ക് ഒരു വണ്ട് വന്ന് വീണു, കറുത്ത നിറമുള്ള വണ്ട്. ആ വണ്ടിൻ്റെ കൊമ്പുകളിൽ, അതിൻ്റെ മുഖത്തുള്ളതായ രോമങ്ങളിൽ ഒക്കെ പൂമ്പൊടി പറ്റിയിരിക്കുന്നു. അങ്ങനെയുള്ള വണ്ട് വന്ന് വീഴുന്ന കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി, ഈ വണ്ട് കൃഷ്ണൻ അയച്ചിരിക്കുന്ന ദൂതനാണ്. ആരാ വണ്ട്? ഈ നിൽക്കുന്ന ഈ ഉദ്ധവൻ. ഒരു വണ്ട് വന്ന് വീണു,
ആ വണ്ടും ഈ ഉദ്ധവനും രണ്ടല്ല, ആ വണ്ടും കൃഷ്ണനും രണ്ടല്ല. അപ്പോൾ ഈ വണ്ട് ഇപ്പോൾ വന്നിരിക്കുന്ന മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്ന ഈ വണ്ട് ഭ്രമരം, അത് കൃഷ്ണന്റെ ദൂതനാണ് എന്ന് അവർ പൂർണ്ണമായും അങ്ങ് വിശ്വസിച്ചു. ഒരു വണ്ട് വന്ന് വീണ അവസരത്തിൽ അതിൻ്റെ മുഖത്തിൽ പൂമ്പൊടിയെല്ലാം പറ്റിയിരിക്കുന്നു. ഉടനെ തന്നെ അവർ പറഞ്ഞു, മധുപകിതവ ബന്ധോ മാസ്പൃശാഘ്രീം സപത്ന്യാഹ കച കുജവിലുതമാല കുങ്കുമശ്മശ്രുഭിർണഃ. അല്ലയോ മധുപ വണ്ടേ, നീ ഞങ്ങളെ തുടരുത്. ആ ഗോപികമാർ വണ്ടിനോട് പറയാണ്, നീ ഞങ്ങളെ തുടരുത്, നീ ഞങ്ങളുടെ പാദങ്ങളെ നീ ഒരിക്കലും സ്മരിക്കരുത്, ഒരിക്കലും സ്പർശിക്കരുത്, നീ ഞങ്ങളെ തുടരുത് എന്ന് വണ്ടിനോട് പറയുന്നു. എന്താ കാരണം എന്നറിയോ? നീ ആ കീതവന്റെ ബന്ധുവാണ്, ആ ഷഠന്റെ ബന്ധുവാണ് നീ. ആരാ ഷഠൻ? കൃഷ്ണൻ, സ്നേഹമില്ലാത്തവൻ. അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ആ കൃഷ്ണൻ ഞങ്ങളെ ഇവിടെ ഈ പ്രകാരത്തിൽ ഇട്ടിട്ട് ഇവിടെ നിന്ന് അങ്ങ് ദൂരേക്ക്, അങ്ങ് ആ അന്ന് കംസരാജധാനി, ഇന്ന് കൃഷ്ണൻ വസിക്കുന്ന രാജധാനി മധുര, ആ മധുരാപുരിയിലേക്ക് പോയി കളയുമോ? അഥവാ പോയാൽ തന്നെ ഉടനെ ഓടിയെത്തില്ലേ? ഇവിടെ എത്താതെ അവിടെ തന്നെ വസിക്കുന്നില്ലേ? അവൻ ഷഠനാണ്, ആ ഷഠന്റെ ബന്ധുവാണ് നീ. ആരോടാ പറയണേ? ആ വണ്ടിനെയും അതേപോലെ ഈ ഉദ്ധവനെയും രണ്ടല്ലാതെ കണ്ട് ഒന്നായി കണ്ടിട്ട് ആ വണ്ടിനോട് പറയുന്നു, അഥവാ ഉദ്ധവനോട് പറയുന്നു, അല്ലയോ വണ്ടേ, നിന്റെ മുഖം മുഴുവൻ ആ പൂക്കളുടെ പൊടി പറ്റിയിരിക്കുന്നു. ഈ പൂമ്പൊടി എവിടുന്നാ വന്നത്? നീ പൂന്തേൻ കൊതിക്കുന്നവനാണ്. നീ പൂന്തേൻ കൊതിച്ചിട്ട് പൂക്കളിരിക്കുന്നിടത്തേക്ക് പറന്നു ചെല്ലും. കൃഷ്ണനാകട്ടെ പുതിയ പുഷ്പങ്ങളെ കൊണ്ട് നിർമ്മിച്ച മനോഹരമായ ഹാരം ധരിക്കുന്നവനാണ്. ആ ഹാരങ്ങളിൽ പൂമ്പൊടി അതേപോലെ കുങ്കുമവും പതിഞ്ഞിരിപ്പുണ്ട്. പൂമ്പൊടി മാത്രമല്ല, കുങ്കുമവും ഉണ്ട്. ഇത് പതിഞ്ഞിരിപ്പുണ്ട്. നീ തേനുണ്ണാൻ വേണ്ടിയിട്ട് ആ പൂക്കളുടെ ഗന്ധത്തിൽ ആകൃഷ്ടനായിട്ട് ആ ഹാരങ്ങളിലേക്ക് പറന്നു ചെല്ലും. അപ്പോൾ നിന്റെ പുറത്ത് ആ പൂമ്പൊടിയും പതിയും കുങ്കുമവും പതിയും. എങ്ങനെയാ കൃഷ്ണൻ ധരിച്ചിരിക്കുന്ന ഹാരത്തിൽ ആ കുങ്കുമം വന്നത്? കൃഷ്ണന്റെ പ്രിയപ്പെട്ട ആളുകളുണ്ട്. ഞങ്ങളെ കൃഷ്ണൻ മറന്നു കളഞ്ഞു. ഞങ്ങളെ ഇപ്പോൾ കൃഷ്ണന് വേണ്ടാത്തതുപോലെ ആയി കഴിഞ്ഞിരിക്കുന്നു. കൃഷ്ണന് പ്രിയപ്പെട്ട സഖിമാരുണ്ട്. അവരുടെ മാറില് അവരണിഞ്ഞിരിക്കുന്ന കുങ്കുമം അത് കൃഷ്ണന്റെ ഹാരത്തില് പതിഞ്ഞിരിക്കുന്നു. അങ്ങനെ ആ കുങ്കുമവും ആ പൂമ്പൊടിയും ഒക്കെ നീ ചെന്ന് ആ ഹാരത്തിൽ തൊടുമ്പോൾ അതിൽ തേനൊണ്ണുമ്പോഴേക്കും നിന്റെ കൊമ്പിൽ പതിഞ്ഞിരിക്കും. അതാണ് നിന്റെ മുഖത്ത് ഇതാ കാണുന്നത്. അങ്ങനെ ഞങ്ങളുടെ സപത്നിമാരാണവർ. ഞങ്ങളുടെ കാമുകനായിരിക്കുന്ന, ഞങ്ങളുടെ കാന്തനായിരിക്കുന്ന, ഞങ്ങളുടെ പ്രണയിയായിരിക്കുന്ന കൃഷ്ണന്റെ പ്രിയതമമാര് ഞങ്ങൾക്ക് സപത്നിമാരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളാണ്. ഞങ്ങളിൽ കൃഷ്ണൻ ചൊരിയേണ്ടതായ പ്രണയത്തെ അവർ കവർന്നെടുത്തിരിക്കുന്നു. അവരുടെ മാറിലുള്ള കുങ്കുമമാണ് കൃഷ്ണനിലൂടെ ഇപ്പോഴാ നിന്നിലേക്ക് വന്നു ചേർന്നിരിക്കുന്നത്. നീ ഞങ്ങളെ തുടരുത്, തൊടാൻ പാടില്ല. കൃഷ്ണൻ വേണമെങ്കിൽ അവരുടെ പാദങ്ങളിൽ എത്ര തവണ വേണമെങ്കിലും നമസ്കരിച്ചോട്ടെ, പക്ഷേ നീ ഞങ്ങളെ തുടരുത്. കൃഷ്ണൻ അവരെ അങ്ങനെ നമസ്കരിക്കുമ്പോൾ കൃഷ്ണന്റെ ഹാരത്തിൽ അവരുടെ മാറിൽ കുങ്കുമം പതിഞ്ഞിരിക്കുന്ന കാണുമ്പോൾ സഭകളിൽ വെച്ച് യാദവന്മാർ ആക്ഷേപിച്ച് ചിരിക്കും. അങ്ങനെയുള്ള അപഹാസത്തിന് പാത്രമായി തീരുന്ന കുങ്കുമവുമായിട്ട് വന്ന് നീ ഞങ്ങളെ തുടരുത് എന്ന് വളരെ അനിഷ്ടവും സ്നേഹവും ഭക്തിയും ക്രോധവും അമർഷവും എല്ലാം ചേർന്ന് അവര് ആ വണ്ടിനോട് പറയാണ്. ആരാ വണ്ട്? ഇപ്പോൾ ആ വണ്ടിനോടൊപ്പം അവിടെ അവർ കാണുന്ന വണ്ട് അത് വേറെ ആരുമില്ല, കൃഷ്ണന്റെ അടുത്ത കൂട്ടുകാരനായിരിക്കുന്ന ഈ ഉദ്ധവൻ. എന്നിട്ട് കൃഷ്ണൻ തങ്ങളോട് കാണിച്ചതായ ആ പറ്റിപ്പ് തങ്ങളെ വിട്ടിട്ട് കളഞ്ഞു, വഞ്ചിച്ച് കളഞ്ഞു. അത് അവരിങ്ങനെ പാടിക്കേൾപ്പിക്കുക.
കൃഷ്ണൻ അച്ഛനമ്മമാരെങ്കിലും ഓർത്തല്ലോ, അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നെ പറഞ്ഞയച്ചല്ലോ. അച്ഛനമ്മമാരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് നിന്നെ പറഞ്ഞയച്ചല്ലോ. അത് ഈ ലോകത്തിൽ ആരും ചെയ്യും. പല പ്രകാരത്തിൽ അവർ സംസാരിക്കുകയാണ് ഓരോരുത്തരും. ഈ ലോകത്തിൽ ആരും ചെയ്യും. അച്ഛനമ്മമാരെന്ന് പറയുന്ന കണ്ണുകൊണ്ട് കാണുന്ന ദൈവങ്ങളാണ്. അപ്പോൾ അവരെ സമാധാനിപ്പിക്കാൻ നിന്നെ പറഞ്ഞയച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ വലിയ പുതുമയൊന്നുമില്ല. പക്ഷേ ഈ ഗോകുലത്തിൽ ഞങ്ങളെപ്പോലുള്ള കുറേ ഏറെ ആളുകളുണ്ട്. ഞങ്ങളെ ആരെയെങ്കിലും കൃഷ്ണൻ ഓർത്തോ? ഞങ്ങളുടെ ആരുടെയെങ്കിലും കാര്യം കൃഷ്ണൻ നിന്നോട് പറഞ്ഞോ? ഞങ്ങളെ സമാധാനിപ്പിക്കണമെന്ന് ഒരു നല്ലൊരു മധുരവാക്ക് നിന്നോട് കൃഷ്ണൻ പറഞ്ഞയച്ചോ? അവർ ഗോപികമാര് ഓരോരുത്തരും ശ്വാസം നിർത്താതെ, വാക്കുകൾ നിർത്താതെ ആ കൃഷ്ണ സഖിയോട്, ഉദ്ധവനോട് ചോദിക്കുകയാണ്. എന്നിട്ട് കൃഷ്ണനെക്കുറിച്ച്, കൃഷ്ണന്റെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് അറിയണമല്ലോ. തങ്ങളുടെ പരിഭവം മുഴുവൻ പറഞ്ഞു, പരാതി മുഴുവൻ പറഞ്ഞു, തങ്ങളുടെ അമർഷം മുഴുവൻ പറഞ്ഞു, തങ്ങളുടെ ദുഃഖം മുഴുവൻ പറഞ്ഞു. പക്ഷെ അത് മാത്രം പോരല്ലോ, കൃഷ്ണന്റെ ഇപ്പോഴത്തെ അവസ്ഥ അറിയണമല്ലോ. അപിബത മധുപുരിയം ആര്യപുത്രോധുനാസ്തേ. ഇപ്പോ ആര്യപുത്രൻ അവിടെ ആ മധുരാപുരിയിലുണ്ടോ? ആര്യപുത്രൻ എന്നാ ചോദിച്ചത്. പത്നിമാര് ഭർത്താവിനെയാണ് ആര്യപുത്രൻ എന്ന് പറയുക. ഇത് ആര്യപുത്രൻ എന്നാണ് ഈ ഗോപികമാർ ചോദിച്ചത്. അവരുടെ കാമുകൻ മാത്രമാണ്. അങ്ങനെ കാമുകരെ ആര്യപുത്രൻ എന്ന് പറയാവോ? ആ കാമുകനെ ഭർത്താവായി തന്നെ അത്ര ദൃഢമായി അവർ കാണുന്നു. അതുകൊണ്ടാണ് ആര്യപുത്ര എന്ന് വിളിച്ചത്. പിന്നെയോ ശ്രേഷ്ഠനായിരിക്കുന്ന നന്ദഗോപന്റെ പുത്രൻ. ആര്യശബ്ദത്തിന് അങ്ങനെയും അർത്ഥം. ആര്യൻ ശ്രേഷ്ഠൻ, നന്ദഗോപന്റെ പുത്രൻ. ആ നിലയ്ക്കും ആര്യപുത്രൻ തന്നെ. ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടവൻ, അതുകൊണ്ടും ആര്യപുത്രൻ തന്നെ. ഞങ്ങളുടെ ആര്യപുത്രൻ അവിടെ മധുരാപുരിയിൽ അദ്ദേഹം സുഖത്തോടുകൂടി കഴിയുന്നുണ്ടോ? അവര് ഉദ്ധവനോട് ചോദിക്കുകയാണ്. എന്ന് മാത്രമല്ല, സ്മരതി സപിതൃഗേഹാൻ സൗമ്യബന്ധുംശ്ച ഗോപാൻ. അച്ഛൻ്റെ വീടിനെ അവർ ഓർമ്മിക്കുന്നുണ്ടോ? നന്ദഗോപരുടെ വീടിനെ നന്ദഗോപരെ ഓർമ്മിക്കുന്നുണ്ടോ? യശോദയെ ഓർമ്മിക്കുന്നുണ്ടോ? അമ്മയെ ഓർമ്മിക്കുന്നുണ്ടോ? ഇങ്ങനെ അവര് അടുത്ത ബന്ധുക്കൾ ഓർമ്മിക്കുന്നുണ്ടോ? എന്ന് മാത്രമല്ല, ഗോപന്മാരായിട്ട് പാവങ്ങളായിട്ട് എത്രയോ ബന്ധുക്കള് ഞങ്ങളുണ്ട് ഇവിടെ ഈ ഗ്രാമത്തില്. ഞങ്ങളെ അദ്ദേഹം ഓർമ്മിക്കുന്നുണ്ടോ? ക്വചിതപിസ കഥാന കിങ്കരീണാം ഗൃണീതേ. അദ്ദേഹം, അല്ലയോ ഉദ്ധവ, അദ്ദേഹം എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും ഞങ്ങളുടെ പേര് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഓർത്തു എന്നർത്ഥം. അദ്ദേഹം ഒരു തവണയെങ്കിലും ഞങ്ങളിൽ ഒരാളുടെയെങ്കിലും പേര് നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? എന്ന് മാത്രമല്ല, ഭുജം അഗരു സുഗന്ധം, ചന്ദനം പോലെ മണക്കുന്ന, ചന്ദന സുഗന്ധിയായിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ കൈയുണ്ടല്ലോ, അത് ഞങ്ങളുടെ ശിരസിൽ അദ്ദേഹം എന്നാണ് വയ്ക്കുക? അദ്ദേഹത്തിൻ്റെ സാമീപ്യം ഉണ്ടായാൽ മാത്രമല്ലേ അദ്ദേഹത്തിൻ്റെ ആ കൈ ഞങ്ങളുടെ ശിരസിൽ വെക്കാൻ പറ്റൂ എന്നർത്ഥം. അദ്ദേഹം എപ്പോഴാണ് ഞങ്ങളുടെ അടുത്ത് വരിക? ആ ചന്ദനസുഗന്ധിയായ കരങ്ങൾ എപ്പോഴാണ് ഞങ്ങളുടെ ശിരസിൽ വയ്ക്കുക? അല്ലയോ ഉദ്ധവ, അങ്ങ് പറഞ്ഞാലും എന്നിങ്ങനെ അവര് ഉദ്ധവനോട് പരിഭവവും ദുഃഖവും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചപ്പോ ഉദ്ധവൻ കൃഷ്ണനെ കാണുന്നതിൽ അങ്ങേയറ്റം മനസ്സിൽ കൗതുകമുള്ള, സ്നേഹമുള്ള, കൃഷ്ണനെ ആശ്രയിച്ച് കഴിയുന്നവരായ ആ ഗോപികമാരെ സാന്ത്വനിപ്പിച്ചുകൊണ്ട് അവരുടെ ദുഃഖത്തിന് അറുതി വരണം. അതിനു വേണ്ടിയിട്ട് ഉദ്ധവൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ഉദ്ധവൻ പറഞ്ഞു, എന്താ? അഹോ യൂയം സ്മ പൂർണാർദ്ധ ഭവത്യോ ലോകപൂജിതാഃ. ഉദ്ധവൻ അവരോട് പറയുന്നതെന്നറിയോ? നിങ്ങള് ഈ ലോകത്തിൽ ഏറ്റവും പൂജനീയരാണ്. ഭവത്യഃ ലോകപൂജിതാഃ. ഈ ലോകത്തിലുള്ള സമസ്ത ചരാചരങ്ങളാലും ആരാധിക്കപ്പെടേണ്ടവരാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ഈ ലോകത്തിലെ എല്ലാവർക്കും ഗുരുവാണ്. എന്തിൻ്റെ ഗുരു?
ഭക്തിയുടെ ഗുരു. ഭക്തി എന്നുള്ളത് പരമമായിരിക്കുന്ന തത്വമാണ്. പരമാത്മാവ് തന്നെയാണ് ഭക്തി. ഭക്തി തന്നെയാണ് പരമാത്മാവ്. പരമാത്മാവിനെ എങ്ങനെ ലഭിക്കും? പരമാത്മാവിനെ ലഭിക്കുന്നത് ഭക്തി ഒന്നുകൊണ്ട് മാത്രം. എത്രയോ തവണ ഭാഗവതത്തിലും ഭഗവത്ഗീതയിലും മറ്റു പുരാണങ്ങളിലുമൊക്കെ ഭഗവാൻ വിവിധങ്ങളായ സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, എന്നെ ഭക്തി കൊണ്ട് ലഭിക്കും, ഭക്തി കൊണ്ട് മാത്രമേ ലഭിക്കൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ ഭക്തിയുടെ പരകാഷ്ഠയിൽ എത്തിച്ചേർന്നിരിക്കുന്നു നിങ്ങൾ. എന്താ ഭക്തി? ഭക്തി എന്ന് പറയുന്നത് ഭഗവാനിലുള്ള പരമപ്രേമം. രതിയുടെ ഉദാത്തമായ അവസ്ഥയാണ്. രതി സ്ഥായി ഭാവമാണെന്ന് നേരത്തെ പറഞ്ഞു. അതിൻ്റെ ഉദാത്തമായ അവസ്ഥയാണ് പരമപ്രേമം. അങ്ങനെ പരമമായിരിക്കുന്ന പ്രേമം, അതാണ് ഭക്തി. സാത്വസ്മിൻ പരമപ്രേമരൂപ എന്ന് ഭക്തിസൂത്രങ്ങളിൽ നാരദൻ ഭക്തിയെ നിർവചിക്കും. ഭക്തിസൂത്രങ്ങൾ നാരദൻ്റെതാണ്. ഭക്തിയുടെ പരമാചാര്യനാണ് നാരദൻ. അദ്ദേഹം പറയും, ആ ഭക്തിയാകട്ടെ അസ്മിൻ ഇവനിൽ, ഭഗവാനിൽ പരമപ്രേമ സ്വരൂപമായിട്ടുള്ളതാണ്. ഭഗവാനിൽ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന പരമമായ രതി. മനുഷ്യജീവികളിലും ഭൂമിയിലുള്ള വസ്തുക്കളിലും അല്ല, പിന്നെയോ നിർഗുണ നിരാകാര ബ്രഹ്മത്തെ, നിർഗുണ നിരാകാര ബ്രഹ്മത്തെ നിർഗുണ നിരാകാരമായോ സഗുണസാകാരമായോ നാം കണ്ടിട്ട് ആ ആളിൽ അർപ്പിക്കുന്ന പരമപ്രേമം, അതാണ് ഭക്തി. നിർഗുണ നിരാകാര ബ്രഹ്മത്തിൻ്റെ സഗുണ സാകാര രൂപമാണ് ഈ കാണുന്ന ആ ശ്രീകൃഷ്ണ സ്വരൂപം എന്ന് അറിയണം. അങ്ങനെയുള്ളതായ പരമാത്മാവിൽ പൂർണ്ണമായും സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന പരമപ്രേമം, അത് നിങ്ങളിലുള്ളതുപോലെ ഈ ലോകത്തിൽ ആർക്ക് കിട്ടിയിരിക്കുന്നു? നിങ്ങൾ ഈ ലോകത്തിൽ മറ്റൊന്നിനെ കുറിച്ചും ചിന്തിക്കുന്നില്ല. ഈ പ്രപഞ്ചത്തിലെ മനുഷ്യർക്ക് ആഗ്രഹിക്കാൻ വേണ്ടിയിട്ട് എന്തെന്തെല്ലാം കാര്യങ്ങളുണ്ട്. പല പ്രകാരത്തിലുള്ള സ്ഥാനമാനങ്ങളുണ്ട്. എല്ലാവരും സ്ഥാനമാനങ്ങൾ ഓരോരോ പ്രകാരത്തിലുള്ളവ കൊതിച്ച് നടക്കുകയാണല്ലോ. തനിക്ക് നേടാൻ കഴിയുന്ന അല്ലെങ്കിൽ നേടണമെന്ന് ആഗ്രഹമുള്ള സ്ഥാനങ്ങളെക്കുറിച്ച്, മാനങ്ങളെക്കുറിച്ച്, പദവികളെക്കുറിച്ച് ചിന്തിച്ച് നടക്കുന്നവരാണല്ലോ മനുഷ്യരെല്ലാവരും. 10 ലഭിച്ചാലോ 100 മോഹം. പണത്തെക്കുറിച്ച് ചിന്തിച്ചാൽ വളരെ ലളിതമാണ്. 10 പണം കിട്ടിയാൽ 100 പണം കിട്ടണമെന്ന് തോന്നും. 100 കിട്ടിയാൽ 1000 കിട്ടണമെന്ന് തോന്നും. 1000 കിട്ടിയാൽ 10000 കിട്ടണമെന്ന് തോന്നും. 10000 കിട്ടിയാൽ കോടി കിട്ടണമെന്ന് തോന്നും. ആശയ്ക്കുലകത്തിൽ അളവുണ്ടാമോ? ഒരിക്കലും ആഗ്രഹത്തിന്, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾക്ക് ഒരിക്കലും അളവില്ല. അത് എത്ര കണ്ട ആഗ്രഹം സാധിച്ചു കഴിഞ്ഞാലും അത് പൂർണ്ണമാകാതെ നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനെ അധികാരവും കിരീടവും ചെങ്കോലും പണവും സ്ഥാനമാനങ്ങളും പദവികളും അവാർഡുകളും റിവാർഡുകളും ഒക്കെ കൊതിച്ച് മനുഷ്യന് ഇതിൻ്റെ എല്ലാം പുറകെ ഓടി നടക്കാൻ ധാരാളമുണ്ട്. ഈ പ്രപഞ്ചത്തിൽ അഭികാമ്യമായിട്ടുള്ളവ എല്ലാ മനുഷ്യരും അതിൻ്റെ പുറകെ ഓടി നടക്കാണ്. അതുകൊണ്ട് ചിന്തിക്കാൻ ധാരാളമുണ്ട്. പിന്നെ ചിന്തിക്കാൻ ആവശ്യമുണ്ട് എന്ന് ആരും കരുതാത്തത് എന്താ? അപൂർവം ചില ആളുകൾ ഒഴിച്ച് ചിന്തിക്കാൻ ഉള്ളത് ഭഗവാനാണ് എന്ന് കരുതുന്നത് എത്ര പേരുണ്ട്? അപൂർവം ചില ആളുകൾ മാത്രമേ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ബാക്കി ആരും ചിന്തിക്കുന്നില്ല. യഥാർത്ഥത്തിൽ ചിന്തിക്കാനുള്ളത് ഭഗവാൻ മാത്രമാണ്. ഭഗവാനെയാണ് ചിന്തിക്കേണ്ടത്, മറ്റുള്ള വസ്തുക്കളെ അല്ല. മറ്റുള്ളത് എന്ത് നേടിക്കഴിഞ്ഞാലും, സാമ്രാജ്യം നേടിയാലും ആ സാമ്രാജ്യം നിലനിൽക്കുമോ? ലോക ചരിത്രം എടുത്ത് നോക്കിക്കൊള്ളൂ. ആരെല്ലാം എന്തെല്ലാം സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കി. ഒന്നുകിൽ സാമ്രാജ്യം ഉണ്ടാക്കി, സാമ്രാജ്യം വെട്ടിപ്പിടിച്ചു, ഇല്ലെങ്കിൽ സാമ്രാജ്യം വെട്ടിപ്പിടിക്കാനുള്ള ശ്രമത്തിൽ സകലതും നഷ്ടപ്പെടുത്തി, തൻ്റെ ആയുസ് പോലും നഷ്ടപ്പെടുത്തി. ഇതൊക്കെ ലോക ചരിത്രത്തിൽ ധാരാളം കിടപ്പുണ്ടല്ലോ. ആരുടെയെങ്കിലും സാമ്രാജ്യം നിലനിന്നോ? ആരുടെ സാമ്രാജ്യവും നിലനിന്നില്ല. 5 ദിവസം പോലും നിലനിന്നില്ല. അതെല്ലാം ലയിച്ചു പോയി. എങ്ങോട്ട് പോയി ആർക്കും അറിയില്ല. അങ്ങനെ ഒന്നുകൂടെ നിലനിൽക്കില്ല. എന്തിനെ യഥാർത്ഥത്തിൽ അപ്പോൾ കൊതിക്കേണ്ടത്? ഈ സാമ്രാജ്യങ്ങളെയല്ല, അധികാരത്തെയല്ല, കിരീടത്തെയല്ല, പണത്തെയല്ല, പിന്നെയോ ഭഗവാനെയാണ് കൊതിക്കേണ്ടത്. ഭഗവാനിൽ ആഗ്രഹങ്ങൾ സമർപ്പിക്കൂ. അതിൻ്റെ പേര് ഭക്തി.
നിങ്ങൾ ഈ ലോകത്ത് വേറൊന്നും കൊതിച്ചില്ല. നിങ്ങൾ ഈ ലോകത്തിൽ കൊതിക്കുന്ന ഒന്നിനെ മാത്രം, ഭഗവാനെ മാത്രം. അതിന് ഭക്തി എന്ന പേര്. അത് നിങ്ങൾക്കുള്ളിടത്തോളം ഈ ലോകത്ത് ആർക്കിരിക്കുന്നു? നിങ്ങൾക്കുള്ളിടത്തോളം ഭക്തി ഈ ലോകത്ത് ആർക്കുമില്ല. ഈ ഗോപികമാരെങ്ങനെയാണ്? അവർ പശുവിനെ വളർത്തുമ്പോൾ അത് കൃഷ്ണന് വേണ്ടിയിട്ടാണ് അവർ വളർത്തുന്നത്. അവരുടെ വീടുകളിൽ പശുവുണ്ട്. ആ പശുവിനെ വളർത്തണം, പശുവിനെ സംരക്ഷിക്കണം, അതിനെ കുളിപ്പിക്കണം, അതിന് ഭക്ഷണം കൊടുക്കണം. ഇങ്ങനെ അനേകം കാര്യങ്ങളുണ്ട്. അവർ പശുവിനെ വളർത്തുമ്പോൾ കൃഷ്ണന് വേണ്ടി വളർത്തും. പശുവിന് ഭക്ഷണം കൊടുക്കുമ്പോൾ കൃഷ്ണന് വേണ്ടി ഭക്ഷണം കൊടുക്കും. പശുവിന് വെള്ളം കൊടുക്കുമ്പോൾ കൃഷ്ണന് വേണ്ടി വെള്ളം കൊടുക്കും. കൃഷ്ണാർപ്പണം, കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞിട്ടാണ് അവർ ഇതൊക്കെ ചെയ്യുക. പാല് കറക്കുമ്പോൾ കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞ് പാല് കറക്കും. ആ പാലിനെ തിളപ്പിക്കുമ്പോൾ കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞ് തിളപ്പിക്കും. ഈ ലോകത്ത് അവരവർ ചെയ്യേണ്ട കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കലല്ല ഭക്തി. പിന്നെയോ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭംഗിയായി ചെയ്യുന്നു. അതെങ്ങനെ? ഭഗവാന് വേണ്ടി ചെയ്യുന്നു. അതാണ് ഭക്തി. അങ്ങനെ എല്ലാം കൃഷ്ണാർപ്പണം. ആ തിളപ്പിച്ച പാലെടുത്തിട്ട് ഉറയൊഴിക്കുമ്പോഴേക്കും കൃഷ്ണാർപ്പണം. അതിനെ തൈരാക്കിയിട്ട് അതിനെ കടയുമ്പോൾ കൃഷ്ണാർപ്പണം. വെണ്ണ എടുക്കുമ്പോൾ കൃഷ്ണാർപ്പണം. അതിനെ ഉരുക്കി നെയ്യാക്കുമ്പോൾ കൃഷ്ണാർപ്പണം. അതെല്ലാം ഒന്നും പാലും തൈരും മോരും വെണ്ണയും നെയ്യും ഒക്കെ പ്രത്യേകം പ്രത്യേകം കലങ്ങളിലാക്കി ഉറിയിൽ വെക്കുമ്പോൾ അതും കൃഷ്ണാർപ്പണം. ഇങ്ങനെയാണ് ഗോപികമാര്. അങ്ങനെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ അവരുടെ മനസ്സ് ഭഗവാനിലാണ്, വേറെ എങ്ങുമല്ല. അതാണ് ഭക്തിയുടെ ഉയർന്ന രൂപം. അതാണ് നിങ്ങൾക്കുള്ളിടത്തോളം ഭക്തി ഈ പ്രപഞ്ചത്തിൽ ആർക്കുണ്ട്? നിങ്ങൾ ഭക്തിയുടെ പരകാഷ്ഠയിലെത്തി നിൽക്കുന്നു. അതിനപ്പുറം വേറൊരു ഭക്തിയില്ല. ഇനി അവിടെ നിന്നിട്ട് നിങ്ങൾക്കൊരു ചുവട് കൂടി മാത്രമേ ഉള്ളൂ. അവിടെ ഭഗവാനിൽ തന്നെ, ഭഗവാനുമായി ഒന്നായി ചേർന്ന് ഐക്യം പ്രാപിക്കുക എന്നുള്ളത്. അങ്ങനെ ഭക്തിയുടെ പരമാചാര്യന്മാരാണ് നിങ്ങൾ. ഈ ലോകത്തിൽ ആർക്കും ഭക്തി പഠിക്കണമെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരണം. അങ്ങനെ നിങ്ങൾ ഭക്തിയുടെ ഗുരുവാണ്. ഗുരു ആദരണീയനാണ്, ഗുരു പൂജനീയനാണ്. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരം ബ്രഹ്മ. നമുക്കെല്ലാവർക്കും അറിയാതെ. അങ്ങനെ നിങ്ങൾ ഭക്തിയുടെ ഗുരുവാണ്, ഭക്തിയുടെ പരമാചാര്യനാണ്. അതിനാൽ നിങ്ങൾ പരബ്രഹ്മം തന്നെയാണ്, അങ്ങേറ്റം ആദരണീയരാണ്. നിങ്ങളെപ്പോലെ ആദരണീയരായിട്ട് ഈ ലോകത്ത് ആരും തന്നെയല്ല. അതാണ് ഭവത്യോ ലോകപൂജിതാഹ. ഈ ലോകത്തിലുള്ള എല്ലാവർക്കും ഭക്തി ഉപദേശിക്കുന്ന നിങ്ങൾ ഈ ലോകത്തിൽ എല്ലാവരാലും സമാരാധ്യരാണ്. നിങ്ങൾ പൂർണ്ണകാമരാണ്. കാമം, ആഗ്രഹം, ആ ആഗ്രഹം സമ്പൂർണമായി നേടിയവർ, അതാണ് പൂർണ്ണകാമന്മാർ. നിങ്ങൾ പൂർണ്ണകാമരാണ്. ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ചിലർ പറയും അത് 1,00,000 രൂപയുടെ ശമ്പളം മാസം തോറും കിട്ടുന്നതായ ഒരു ജോലി വേണം. അവരുടെ കാമം അത്രയേ ഉള്ളൂ, ആഗ്രഹം അത്രയേ ഉള്ളൂ. ഇങ്ങനെ ഓരോരുത്തർക്കും ഓരോരോ ആഗ്രഹങ്ങളാണ്. ചിലർക്ക് അത് സാമ്രാജ്യം കിട്ടണം, ചിലർക്ക് അത് മന്ത്രിയാവണം, അല്ലെങ്കിൽ MLA ആവണം. ഇങ്ങനെ പോകുന്നു. എന്നാൽ ഇതൊന്നും ശാശ്വതമല്ല എന്ന് തിരിച്ചറിയുന്ന നിമിഷമുണ്ട്. അപ്പോൾ ഇതിനപ്പുറത്ത് ശാശ്വതമായിട്ട് ഒരിക്കലും നഷ്ടപ്പെടാത്തതായിട്ട് എന്തുണ്ട് എന്നുള്ള ചിന്ത വരും. അപ്പോഴാണ് ഇതിനെല്ലാം അപ്പുറത്ത് കുടികൊള്ളുന്ന, ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള പരമപദത്തെ ആലോചിക്കാൻ തുടങ്ങുക. അതാണ് ഏറ്റവും വലിയ കാമം. ഏറ്റവും വലിയ കാമം ഭഗവാനെ നേടുക എന്നുള്ളതാണ്. അതിനേക്കാളും വലിയ ആഗ്രഹം ഈ ലോകത്ത് ആർക്കും നേടാനില്ല. ഏറ്റവും മഹനീയമായ ആഗ്രഹം അതാണ്. അത് നേടിയവരാണ് നിങ്ങൾ. നിങ്ങൾ പൂർണ്ണകാമന്മാരാണ്. അല്ലയോ ഗോപികമാരെ, നിങ്ങൾ പൂർണ്ണകാമന്മാരാണ്. നിങ്ങൾ ഭഗവാനെ നേടി. അതിനപ്പുറം ഇനി നിങ്ങൾക്കൊന്നും നേടാനില്ല. ഭഗവാനുമായിട്ട് ഐക്യം പ്രാപിക്കുക എന്നുള്ള പരമമായ ഉച്ച പദവിയിൽ നിങ്ങൾ ഇതാ എത്തിച്ചേർന്നിരിക്കുന്നു. ഇനി ഒരു ചുവടുകൂടി മാത്രം. അങ്ങനെ നിങ്ങൾ മനുഷ്യജന്മം കൊണ്ട് നേടേണ്ടതായിട്ടുള്ളത് നേടിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയുള്ള നിങ്ങൾ ഭക്തിയുടെ മാർഗത്തിലൂടെയാണ് അത് നേടിയിരിക്കുന്നത്. ഭക്തിയുടെ പരമാചാര്യന്മാരാണ്. ശരിക്ക് ഉദ്ധവന് തീവ്രമായ ഭക്തി എന്തെന്ന് പ്രായോഗികമായി പഠിപ്പിച്ചു കൊടുത്തത് ഈ ഗോപികമാരാണ്. അവർ പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നൊന്നും വിചാരിച്ചില്ല. അവർക്ക് പിന്നെ
കൃഷ്ണൻ മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ പഠിപ്പിക്കുന്ന ഭക്തിയെക്കുറിച്ച് ഒന്നും അവർക്ക് വിചാരമില്ല. ഭഗവാൻ കൃഷ്ണൻ എന്തിനാ ഉദ്ധവനെ ഇങ്ങോട്ട് പറഞ്ഞേച്ച് ഗോപികമാരെ സമീപത്ത് എന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞേച്ചതായിട്ട് പറഞ്ഞേക്കൂ എന്ന് പറഞ്ഞേച്ചത് എന്തിനാ? ഗോപികമാർക്ക് ബ്രഹ്മതത്വം പഠിപ്പിച്ചു കൊടുക്കണം. അതാണ് സന്ദേശമായിട്ട് അദ്ദേഹം കൊടുത്തയച്ചിരിക്കുന്നത്. ഒപ്പം ഗോപികമാരുടെ ഭക്തി ഉദ്ധവൻ കണ്ട് ഉദ്ധവൻ ഭക്തിയുടെ പരമമായ സ്വരൂപം പഠിക്കുകയുമാണ്. ഗോപികമാരിൽ നിന്നിട്ട് ഉദ്ധവൻ പഠിക്കണം ഭക്തി എന്തെന്ന്. അങ്ങനെ ഉദ്ധവനെ ഗോപികമാരെ കൊണ്ട് ഭക്തി പഠിപ്പിക്കാനും ഗോപികമാർക്ക് ഉദ്ധവനെ കൊണ്ട് ജ്ഞാനം പഠിപ്പിക്കാനും വേണ്ടിയിട്ടാണ് ഭഗവാൻ ഉദ്ധവനെ ഈ അവസരത്തിൽ ഗോപികമാരുടെ അടുത്തേക്ക് പറഞ്ഞയച്ചത്. അങ്ങനെ ഉദ്ധവന് ഭക്തിയുടെ ഉപദേശം കിട്ടി. ആ ഭക്തിയുടെ ലഹരിയിൽ നിന്നുകൊണ്ടാണ് ഉദ്ധവൻ സംസാരിക്കണേ. നിങ്ങൾ ഈ ലോകത്തിലെ ഏറ്റവും പരമാരാധ്യരാണ്. കാരണം ഭക്തി അതിൻ്റെ പൂർണ്ണത, അത് ലോകത്തെ പഠിപ്പിക്കുന്നവരാണ് നിങ്ങൾ. എന്നെ പഠിപ്പിച്ചതും നിങ്ങളാണ് എന്ന് അതിനർത്ഥം. ഭക്തി എന്തെന്ന് അല്ലയോ ഗോപികമാരെ, ഞാൻ നിങ്ങളിൽ നിന്ന് അറിയുന്നു. ഇനി ഇത് കഴിഞ്ഞിട്ട് ഉദ്ധവൻ പറയുന്നത് കേൾക്കും. ഈ ഗോപികമാരെ നമസ്കരിക്കണം, ഈ ഗോപികമാർ ചവിട്ടിയ ഈ മണ്ണിനെ നമസ്കരിക്കണം. ഉദ്ധവൻ നമസ്കരിക്കുന്നു. ഇതൊക്കെ നമ്മൾ ഇനി തുടർന്ന് കാണും. അങ്ങനെ ഭക്തിയുടെ ഉപദേശം ഉദ്ധവനും ജ്ഞാനത്തിൻ്റെ ഉപദേശം ഗോപികമാർക്കും. വളരെയേറെ കാര്യങ്ങൾ ഉദ്ധവൻ പറയുന്നുണ്ട് അവരോട്. വളരെ വേഗത്തിൽ കടന്നു പോവാണ്. ഇനി ഒരു കഥ കൂടിയുണ്ട്, അതുകൊണ്ട് വളരെ വേഗത്തിൽ കടന്നു പോവാണ്. ഉദ്ധവൻ പറഞ്ഞു, ഭഗവാൻ നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ട് എന്നെ ഏൽപ്പിച്ചയച്ചതായ ആ സന്ദേശം അത് ഞാൻ പറഞ്ഞു കേൾപ്പിക്കാം. ശ്രീ ഭഗവാനുവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, ഭവതീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിത്. ഇത് ഭഗവാന്റെ വാക്യ. ഭഗവാൻ പറഞ്ഞതെന്തോ അത് ഉദ്ധവൻ അതേപോലെ കേൾപ്പിക്കുകയാണ്. അല്ലയോ ഗോപികമാരെ, നിങ്ങളിൽ നിന്ന് എനിക്കൊരിക്കലും വിയോഗം, വേർപാട് ഉണ്ടാവുകയില്ല. നിങ്ങൾ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ഞാൻ നിങ്ങളിൽ നിന്ന് വേറിട്ട് പോയി, ഞാൻ അങ്ങ് ദൂരെ മധുരാപുരിയിലാണെന്നൊക്കെ അല്ലേ ധരിച്ചു വെച്ചിരിക്കണേ? അതല്ലേ നിങ്ങൾ പറഞ്ഞത് ഉദ്ധവനോട്? അല്ല, ഒരിക്കലും എനിക്ക് നിങ്ങളിൽ നിന്ന് അകലെ പോകാൻ പറ്റൂല, നിങ്ങളിൽ നിന്നിട്ട് വേറിട്ട് നിൽക്കാനും പറ്റൂല. ഞാനും നിങ്ങളും ഒന്ന് തന്നെയാണ്. എന്താ കാരണം? കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഞാൻ സർവാത്മാവാണ്. സർവാത്മാവായിരിക്കുന്ന എനിക്ക് നിങ്ങളിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ പറ്റൂല. നമ്മൾ ഈ ലോകത്തെ കാണുന്നു, ഈ ലോകത്തിൻ്റെ ഒരു അംശം മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. ചെറിയൊരു ഭാഗം മാത്രം, ഭൂമിയുടെ ഒരു അംശം മാത്രം, ജീവനുള്ളതും ജീവനില്ലാത്തതുമായ പദാർത്ഥങ്ങളെ കാണുന്നു. ഈ ലോകം എന്ന് പറയുന്നത് അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ അടങ്ങിയതാണ്. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്കപ്പുറം വ്യാപിച്ചു നിൽക്കുന്നു ഭഗവാൻ. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾക്കുള്ളിലും വ്യാപിച്ചു നിൽക്കുന്നു ഭഗവാൻ. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളല്ല, നാം ഉൾപ്പെടെ, നാം ഓരോരുത്തരും ഉൾപ്പെടെ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും അതിലുള്ള സർവ വസ്തുക്കളും എല്ലാം ഉണ്ടാകുന്നത് ഭഗവാനിൽ, അവയെല്ലാം നിലനിൽക്കുന്നത് ഭഗവാനിൽ, അവയെല്ലാം ലയിക്കുന്നത് ഭഗവാനിൽ. അപ്പൊ പിന്നെ ഭഗവാനെ എങ്ങനെ നമ്മെ വേറിട്ട് നിൽക്കാൻ പറ്റും? ഈ ഗോപികമാര്, ഈ വൃന്ദാവനം, അതേപോലെ തന്നെ അവിടെയുള്ള സമസ്ത ചരാചരങ്ങളും ഉണ്ടായത് എവിടെ? ഭഗവാനിൽ. അവർ നിലനിൽക്കുന്നത് എവിടെ? ഭഗവാനിൽ. അവർ ലയിക്കുന്നത് എവിടെ? ഭഗവാനിൽ. പിന്നെ എങ്ങനെയാ ഭഗവാന് അവരിൽ നിന്നിട്ട് ദൂരെ പോകാൻ കഴിയുക? അവരുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ, നമ്മുടെ ശരീരത്തിലെ ഓരോ കോശത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ, നമ്മുടെ സൂക്ഷ്മ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ. നമുക്ക് സ്ഥൂല ശരീരമുണ്ട്, സൂക്ഷ്മ ശരീരമുണ്ട്, കാരണ ശരീരമുണ്ട്. ഈ 3 ശരീരങ്ങൾ വേണമെങ്കിൽ 5 കോശങ്ങളായിട്ട് വിരിക്കാം. അന്നമയ കോശം, പ്രാണമയ കോശം, മനോമയ കോശം, വിജ്ഞാനമയ കോശം, ആനന്ദമയ കോശം എന്നിങ്ങനെ ഈ 5 കോശങ്ങൾ അഥവാ 3 ശരീരങ്ങൾ, അതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ. അതിൻ്റെ ഉള്ളിൽ, ആനന്ദമയ കോശത്തിന് ഉള്ളിൽ, മൂലപ്രകൃതിക്കും ഉള്ളിൽ നിൽക്കുന്നത്, നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാൻ. ഇതെല്ലാം ഉണ്ടാകുന്നത് ഭഗവാനിലാണ്. ഭഗവാന്റെ തന്നെ മായാശക്തിയാൽ
ഇതെല്ലാം ഉണ്ടായതായി നമുക്ക് തോന്നിക്കുന്നു. ഇതെല്ലാം ഭഗവാന്റെ മായാവിലാസം മാത്രം. അങ്ങനെ ഇതെല്ലാം ഭഗവാനിൽ ഉണ്ടായി ഭഗവാനിൽ നിലനിൽക്കുന്നു. സ്വർണം കൊണ്ട് നമ്മൾ മാലയുണ്ടാക്കി, സ്വർണം കൊണ്ട് വളയുണ്ടാക്കി, സ്വർണം കൊണ്ട് മോതിരമുണ്ടാക്കി. നമ്മളിതിന് ഒന്നിനെ മാലയെന്ന് പറയുന്നു, വേറൊന്ന് വളയെന്ന് പറയുന്നു, വേറൊന്ന് മോതിരം എന്ന് പറയുന്നു, വേറൊന്നിന് കിരീടം എന്ന് പറയുന്നു, വേറൊന്നിനെ വിഗ്രഹം എന്ന് പറയുന്നു. പക്ഷെ ഇതിലെല്ലാം അകവും പുറഞ്ഞ് ഇരിക്കുന്ന ആരാ? സ്വർണം മാത്രമാണ്. സ്വർണത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. മാലയായിരുന്നാലും മോതിരമായിരുന്നാലും വിഗ്രഹമായിരുന്നാലും സ്വർണത്തിനൊരു മാറ്റവും വന്നിട്ടില്ല. സ്വർണം തന്നെയായിരിക്കുന്നു. ഭഗവാൻ തന്നെ ഈ ഗോപികയായി നിൽക്കുന്നത്, ഭഗവാൻ തന്നെ പശുക്കളായി നിൽക്കുന്നത്, ഭഗവാൻ തന്നെ പുൽക്കൊടിയായി നിൽക്കുന്നത്, ഭഗവാൻ തന്നെ കാളുന്തിയായി നിൽക്കുന്നത്, ഭഗവാൻ തന്നെ ആ വൃക്ഷങ്ങളായി നിൽക്കുന്നത്, ഭഗവാൻ തന്നെ ഗോപന്മാരായി നിൽക്കുന്നത്, ഭഗവാൻ തന്നെയാണ് യശോദയായും നന്ദഗോപരായും നിൽക്കുന്നത്, ഭഗവാൻ തന്നെയാണ് സൂര്യചന്ദ്ര നക്ഷത്രങ്ങളായി നിൽക്കുന്നത്. ഭഗവാൻ എങ്ങനെ വേർപാടുണ്ടാകും? സർവാത്മാവാണ്. എല്ലാം അദ്ദേഹത്തിൽ ഉണ്ടാകുന്നു, അദ്ദേഹത്തിൽ നിലനിൽക്കുന്നു, അദ്ദേഹത്തിൽ ലയിക്കുന്നു. എങ്ങനെ വേർപാടുണ്ടാകും? ഒരിക്കലും വേർപാടുണ്ടാവില്ല. ഇത് നമ്മൾ പഠിക്കണം. നാം ആകുന്ന ഗോപികമാർ പഠിക്കണം. അതിനു വേണ്ടിയിട്ടാണ് അദ്ദേഹം ഉദ്ധവനെ നമ്മുടെ മുന്നിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത്. നാം ആകുന്ന ഗോപികമാരുടെ മുന്നിൽ. നമ്മളെല്ലാം ഗോപികമാരാണ്. നമ്മുടെ ഗോപികമാരുടെ മുന്നിലേക്ക് ഉദ്ധവനെ, ഭ്രമരത്തെ, ആ ഭ്രമരം ഭഗവാൻ കൊടുത്തയച്ചിരിക്കുന്ന പാട്ട് പാടി കേൾപ്പിക്കുകയാണ്. ഇതാണ് ഭ്രമരഗീതം. ആ ഭ്രമരം, ആ വണ്ട്, ഭക്തിയുടെ ലഹരിയിൽ പാടുന്ന വണ്ട്, മാനസമാതക ലോകൈക ഗായക ഗാനമായങ്ങിൽ വർത്തിക്കുന്നു. മനസ്സിനെ മതിപ്പിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാട്ടുകാര അങ്ങ് പാട്ടായിട്ട് എൻ്റെ ഉള്ളിലിരിക്കുന്നു. ജി ശങ്കരക്കുറുപ്പ് ഓടക്കുഴലിൽ പാടുന്ന പാട്ടിതാണ്. അദ്ദേഹം ഇതെല്ലാം ഹൃദയത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടാ പാടുന്നത്, ആ ലഹരിയിലിരുന്നാ പാടുന്നേ. മാനസമാതക ലോകൈക ഗായക ഗാനമായങ്ങിൽ വർത്തിക്കുന്നു. അല്ലെങ്കിൽ ഈ ജഡസാധനം വല്ലതും ഹൃഷ്ടമായ ലഭിപ്പാൻ, അല്ലെങ്കിൽ എനിക്ക് വല്ലതും പാടാൻ പറ്റുമോ? ഞാൻ വെറും ജഡം. അങ്ങ് എൻ്റെ ഉള്ളിൽ ഞാനായിരുന്നിട്ട് മധുരമായ പാട്ടായി, അങ്ങനെ ഓടക്കുഴലായി, അതിൽ കൂടി പ്രവഹിക്കുന്ന സംഗീതമായി അങ്ങ് പാടിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഓടക്കുഴൽ എന്ന് ആ കവിതയ്ക്ക് തന്നെ പേര് കൊടുത്തത്. ഇത് വെറും ഓടക്കുഴൽ, അതിൻ്റെ ജീവൻ, അതിൻ്റെ ശ്വാസം, അതിൻ്റെ സംഗീതം, അത് ഭഗവാൻ. ഈ ഓടക്കുഴൽ ഇരിക്കുന്നത് ഭഗവാന്റെ കയ്യിൽ. നവദ്വാരം തുരം ദേഹം, അതാണ് 9 വാതിലുകളുള്ള പട്ടണമാണ് ദേഹം. അതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന 9 ദ്വാരങ്ങളുള്ളതായ ഓടക്കുഴൽ. അങ്ങനെ അദ്ദേഹമാണ് നാം. പിന്നെ എങ്ങനെ അദ്ദേഹം ദൂരെയാകും? അദ്ദേഹം ദൂരെയല്ല, അദ്ദേഹം അടുത്തുമല്ല. ഉപനിഷത്ത് നമ്മോട് വിളിച്ചു പറയും, അദ്ദേഹം ദൂരെയല്ല, അദ്ദേഹം അടുത്തുമല്ല, അദ്ദേഹം നാം തന്നെയാണ്. ദൂരങ്ങൾ നമുക്ക് വെറുതെ തോന്നുന്നതാണ്. അത് നമ്മുടെ തെറ്റായൊരു ധാരണ മാത്രം. നമ്മുടെ അജ്ഞാനം കൊണ്ട് ഭഗവാൻ ദൂരെയാണ് എന്ന് തോന്നുന്നു. ചിലർക്ക് അജ്ഞാനം വർദ്ധിക്കുമ്പോഴേക്കും ഭഗവാൻ ഇല്ല എന്ന് തന്നെ തോന്നുന്നു. ഇതെല്ലാം അജ്ഞാനത്തിൻ്റെ ആ മാറാല, അല്ലെങ്കിൽ ആ ഇരുട്ട് മനസ്സിനെ പിടികൂടിയത് കൊണ്ട് മാത്രം. ആ അജ്ഞാനം നീങ്ങുമ്പോഴേക്കും അത് നീങ്ങാൻ വേണ്ടിയിട്ടാണ് ഭക്തി തുടങ്ങിയതായ ഉപാസനാ പദ്ധതികൾ, ഭാഗവത സത്രം, സപ്താഹം തുടങ്ങിയതായ ഉപാസനാ പദ്ധതികൾ, ക്ഷേത്ര ഉത്സവങ്ങൾ, ക്ഷേത്ര ദർശനാദികൾ, ക്ഷേത്ര ചടങ്ങുകൾ തുടങ്ങിയവയെല്ലാം ഈ അജ്ഞാനം മാറാൻ വേണ്ടിയിട്ടാണ്. ഉള്ളിലുള്ള ഭഗവാനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. ആ അവസരത്തിൽ ഉള്ളിലിരിക്കുന്ന ഭഗവാനെ, നാം തന്നെയായ ഭഗവാനെ തിരിച്ചറിയാൻ പറ്റും. ഞാൻ സർവാത്മാവാണ്. ഭവതീനാം വിയോഗോ മേ നഹി സർവാത്മനാ ക്വചിത്. സർവാത്മാവായിരിക്കുന്ന എന്നിൽ നിന്ന് അല്ലയോ ഗോപികമാരെ, നിങ്ങൾക്ക് ഒരിക്കലും വേർപാടേയില്ല. നിങ്ങളുടെ ഈ ശരീരം നിർമ്മിതമായിരിക്കുന്നത് എന്തുകൊണ്ടാ? സ്ഥൂല ശരീരം സ്ഥൂല പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായി. പൃഥ്വി, അപ്പ, തേജസ്, വായു, ആകാശം എന്നുള്ള സ്ഥൂല പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായി. ആ സ്ഥൂല പഞ്ചഭൂതങ്ങളോ സൂക്ഷ്മ പഞ്ചഭൂതങ്ങളാൽ നിർമ്മിതമായി. അത് തന്മാത്രകൾ എന്ന് പറയും. ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം എന്നുള്ള തന്മാത്രകളാൽ നിർമ്മിതമായി. ആ തന്മാത്രകളാകട്ടെ
അഹങ്കാരതത്വത്തിൽ നിർമ്മിതമായി, ആ അഹങ്കാരതത്വമാകട്ടെ മഹത്തത്വത്തിൽ നിർമ്മിതമായി, ആ മഹത്തത്വമാകട്ടെ മൂലപ്രകൃതിയിൽ നിർമ്മിതമായി, ആ മൂലപ്രകൃതിയാകട്ടെ എന്നിൽ നിന്ന് നിർമ്മിതമായി. എന്നിൽ എൻ്റെ ഇച്ഛയാൽ, ഭഗവാൻ പറയാണ്, എന്നിൽ എൻ്റെ സങ്കല്പത്താൽ മൂലപ്രകൃതി സ്പന്ദിച്ചുയരുന്നു. ആ മൂലപ്രകൃതിയിൽ നിന്ന് മഹത്തത്വം ഉണ്ടാകുന്നു, അതിൽ നിന്ന് അഹങ്കാരതത്വം ഉണ്ടാകുന്നു, അതിൽ നിന്നിട്ട് ശബ്ദതത്വം ഉണ്ടാകുന്നു, അതിൽ നിന്ന് സ്പർശതത്വം, അതിൽ നിന്ന് രൂപതത്വം, അതിൽ നിന്നിട്ട് രസതത്വം, അതിൽ നിന്ന് ഗന്ധതത്വം, ഇങ്ങനെ 5 തന്മാത്രകൾ ഉണ്ടാകുന്നു. എന്നിട്ട് അതിൽ നിന്നിട്ട് പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നു, അതിൻ്റെ താമസാംശത്തിൽ നിന്നിട്ട്. ഈ പഞ്ചതന്മാത്രകളിൽ നിന്നിട്ട്, അതിൻ്റെ താമസാംശത്തിൽ നിന്നിട്ട്, പഞ്ചതന്മാത്രകൾ സാത്വികാംശത്തോടു കൂടിയവയുണ്ട്, രാജസാംശത്തോടു കൂടിയവയുണ്ട്, താമസാംശത്തോടു കൂടിയവയുണ്ട്. പഞ്ചതന്മാത്രകളുടെ താമസാംശത്തിൽ നിന്നിട്ട് സ്ഥൂല പഞ്ചഭൂതങ്ങൾ ഉണ്ടാകുന്നു. അതേപോലെ തന്നെ പഞ്ചതന്മാത്രകളുടെ രാജസാംശത്തിൽ നിന്നിട്ട് നമ്മുടെ കർമ്മേന്ദ്രിയങ്ങളും അതേപോലെ തന്നെ പ്രാണനും ഒക്കെ ഉണ്ടാകുന്നു. പഞ്ചതന്മാത്രകളുടെ സാത്വികാംശത്തിൽ നിന്നിട്ട് നമ്മുടെ മനസ്സും ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടാകുന്നു. ഇങ്ങനെ ഈ പ്രപഞ്ചമെല്ലാം ഉണ്ടായിരിക്കുന്നത് എന്നിൽ നിന്നാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം, ഇതിൻ്റെ നിർമ്മാണത്തിന് ഉപാദാന കാരണമായിരിക്കുന്നത് ഞാൻ തന്നെയാണ്. നിങ്ങളുടെ ഈ ശരീരത്തിൽ അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ഞാനാണ്. പിന്നെ എങ്ങനെയാ ഞാൻ ദൂരെയാണെന്ന് നിങ്ങൾ ധരിക്കുക? ഞാൻ ആരെന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഞാൻ ദൂരെയാണെന്ന് ധരിച്ചു വച്ചിരിക്കുന്നത്? അല്ല, ഞാൻ ദൂരെ എങ്ങുമല്ല, ഞാൻ നിങ്ങൾ തന്നെയാണ് എന്ന് അറിഞ്ഞുകൊള്ളുക. അങ്ങനെയുള്ളതായി ഞാൻ ആത്മാവാകുന്നു. ആ ഞാൻ ഈ കാണായതായ ഭൗതിക തന്മാത്രകൾക്കെല്ലാം കാരണം. പക്ഷെ ഈ തന്മാത്രകളിൽ നിന്നിട്ട്, സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളിൽ നിന്നിട്ട് വേറെയാണെന്ന് അറിഞ്ഞുകൊള്ളണം. ആ ഞാൻ എൻ്റെ തന്നെ മായാശക്തിയാൽ നിർമ്മിച്ചിരിക്കുന്നതാണ് ഈ സ്ഥൂല സൂക്ഷ്മ കാരണ ശരീരങ്ങളും ഈ പ്രപഞ്ചവും എന്ന് അറിഞ്ഞുകൊള്ളണം. അങ്ങനെ ഞാനാണ് സർവത്ര വ്യാപിച്ചു നിൽക്കുന്നത്. ഞാൻ അഖണ്ഡമായി നിറഞ്ഞു നിൽക്കുന്നു. ഞാൻ ഇല്ലാത്തതായിട്ട് ഈ ജഗത്തിൽ യാതൊന്നുമില്ല. നിങ്ങളുടെ ഉള്ളിലും പുറമേ ഞാൻ ഇരിക്കുന്നു. അല്ലയോ ഗോപികമാരെ, നിങ്ങളായിരിക്കുന്നത് ഞാനാണ്. ഇത് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരണം. നിങ്ങൾക്ക് എന്നോട് ഇത്രയേറെ ഭക്തിയുണ്ടായി, സ്നേഹമുണ്ടായി. ഇനി നിങ്ങളുടെ ആ സ്നേഹവും ഭക്തിയും ഉണ്ടല്ലോ, എൻ്റെ ഈ രൂപത്തിൽ നിന്ന് മാറ്റി എൻ്റെ നിർഗുണ നിരാകാര തത്വത്തിലേക്ക് കൊണ്ടുവരണം. എൻ്റെ പൂർണ്ണ രൂപം അതാണ്. നിർഗുണ നിരാകാരമാണ് ഞാൻ. ഞാൻ ജ്ഞാനസ്വരൂപമാണ്, ഞാൻ ആനന്ദസ്വരൂപമാണ്. അതിലേക്ക് നിങ്ങളെ കൊണ്ടുവരണം. അതിനു വേണ്ടിയിട്ടാണ് തൽക്കാലം നിങ്ങളുടെ കണ്ണുകൾക്ക് ഞാൻ ദൂരെയാണ് എന്നുള്ള തോന്നൽ ഉളവാക്കിച്ചിരിക്കുന്നത്. ആ തോന്നൽ മൂലം നിങ്ങൾ എന്നെ തന്നെ ചിന്തിച്ചു കൊണ്ടിരിക്കും. നിങ്ങളുടെ വിചാരം ഞാൻ ദൂരെ മധുരാപുരിയിലാണെന്നാണ്. എന്നെ തന്നെ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കും. നിങ്ങൾ അങ്ങ് ഗോകുലത്തിലാണ് എന്ന് വന്നിരുന്നാൽ പോലും ശരീരം കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ മനസ്സുകൊണ്ട് എന്നിൽ തന്നെ നിൽക്കും. അങ്ങനെ മനസ്സുകൊണ്ട് ഞാനുമായി ഒന്നായി നിൽക്കും. അതിൻ്റെ ഫലം, അതിൻ്റെ ആ തീവ്രതയിൽ അത് ഭക്തിയായി മാറും. അതിൻ്റെ ഫലമായിട്ട് നിങ്ങളുടെ മനസ്സിലയിക്കും. നിങ്ങളുടെ മനസ്സിലയിക്കുമ്പോൾ നിങ്ങൾക്ക് എന്നിൽ നിന്ന് വേറെയാണ് നിങ്ങളെന്നുള്ള തോന്നൽ, ആ ജ്ഞാനം ഇല്ലാതായിത്തീരും. ഞാനും നിങ്ങളും രണ്ടല്ല, ഞാനും നിങ്ങളും ഒന്ന് തന്നെയാണ് എന്നുള്ള പ്രത്യക്ഷമായ അനുഭവം നിങ്ങൾക്കുണ്ടാകും. അല്ലയോ ഗോപികമാരെ, അതിനു വേണ്ടിയിട്ടാണ് ഞാനിവിടെ ശരീരം കൊണ്ട് മധുരാപുരിയിലാണ് എന്നുള്ള തോന്നൽ ഉളവാക്കുന്നത്. ഞാൻ സർവവ്യാപിയാണ്, നിങ്ങളായിരിക്കുന്നതും ഞാനാണ്. തതോ ത്വമസി, അത് നീയാകുന്നു എന്ന ഉപനിഷത്ത് സന്ദേശം ഇവിടെ ഭ്രമരം. കൃഷ്ണൻ തൻ്റെ ദൂതനായിരിക്കുന്ന ഉദ്ധവനെ കൊണ്ട്, ആ ഭ്രമരത്തെ കൊണ്ട് പാടിക്കേൾപ്പിക്കുന്നു. അത് നീ തന്നെയാകുന്നു. അതിൻ്റെ ഫലം അഹം ബ്രഹ്മാസ്മി എന്നുള്ള പ്രത്യക്ഷ അനുഭവത്തിൽ ഞാൻ ബ്രഹ്മം തന്നെയാണ്, ഞാൻ കൃഷ്ണൻ തന്നെയാണ് എന്നുള്ള പ്രത്യക്ഷ അനുഭവത്തിലേക്ക് എത്തിച്ചേരലാണ്. അത് ഭ്രമരഗീതം കൊണ്ട് നമുക്ക് സാധിക്കണം. ഭാഗവതത്തിലെ എല്ലാ കഥകളും നമ്മെ കൊണ്ടുപോകുന്നത് ഈ ഐക്യാനുഭൂതിയിലേക്കാണ്, അഹം ബ്രഹ്മാസ്മി എന്നുള്ള അനുഭൂതിയിലേക്കാണ്. ഇനി അടുത്തത് ഒരു കഥ കൂടിയുണ്ട്. അല്പസമയം കൊണ്ട് അത് വളരെ വേഗത്തിൽ പറഞ്ഞു കേൾപ്പിക്കാം. മുചുകുന്ദ സ്തുതിയാണത്. ഇക്ഷ്വാകു വംശത്തിൽ പറഞ്ഞ രാജാവാണ് മുചുകുന്ദൻ. നമുക്കെല്ലാവർക്കും അറിയാം ഈ കഥ. അതുകൊണ്ട് വെറുതെ ഒന്നൊന്ന് സൂചിപ്പിച്ച് മാത്രം പോകുന്നു.
ഇക്ഷ്വാകു വംശത്തിൽ പിറന്ന മാന്ധാതാവിൻ്റെ മകൻ മുചുകുന്ദൻ. ഇതിലെ 51-ാം അധ്യായം, ഭാഗവത്തിലെ 51-ാം അധ്യായം, ഭാഗവത്തിൻ്റെ ഉത്തരാർത്ഥം 50-ാം അധ്യായത്തിൽ തുടങ്ങുന്നു. ദശമസ്കന്ധത്തിൻ്റെ ഭാഗവത്തിലെ ദശമസ്കന്ധത്തിൻ്റെ ഉത്തരാർത്ഥം 51-ാം അധ്യായത്തിൽ തുടങ്ങുന്നു, 50-ാം അധ്യായത്തിൽ തുടങ്ങുന്നു. ഭാഗവത്തിലെ ദശമസ്കന്ധത്തിൻ്റെ ഉത്തരാർത്ഥം 50-ാം അധ്യായത്തിൽ തുടങ്ങുന്നു. ഇത് 51-ാം അധ്യായം. അതിലാണ് നാം മുചുകുന്ദൻ്റെ കഥയിലേക്ക് വരുന്നത്. സൂര്യവംശജനായ മാന്ധാതാവിൻ്റെ മകൻ മുചുകുന്ദൻ ഏറെക്കാലം രാജാവായിരുന്നു. പരമധാർമ്മികനായിരിക്കുന്ന രാജാവ്. ആ അവസരത്തിലെ ദേവലോകത്തിലെ അസുരന്മാരുടെ തകർത്തുള്ളതായ ആക്രമണം ദേവന്മാർ വിചാരിച്ചിട്ട് അസുരന്മാരെ തടഞ്ഞു നിർത്താൻ പറ്റിയില്ല. അപ്പോൾ സാധാരണ അവർ ചെയ്യുന്നത് അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ഭൂമിയിലുള്ള കരുത്തനായിരിക്കുന്ന ധാർമ്മികനായിരിക്കുന്ന ദേവലോകത്തിലേക്ക് വരാൻ യോഗ്യതയുള്ളതായ രാജാവിനെ ക്ഷണിച്ചു കൊണ്ടുപോവുക എന്നുള്ളതാണ്. ഇപ്പോൾ സൂര്യവംശജനായ മുചുകുന്ദനുണ്ട്. ആ മുചുകുന്ദനെ അവർ ദേവന്മാരെ ക്ഷണിച്ചു കൊണ്ടുപോയി. മുചുകുന്ദൻ തൻ്റെ സൈന്യത്തോടൊപ്പം, തൻ്റെ തേരിനോടൊപ്പം അവിടെ അദ്ദേഹം എത്തിച്ചേർന്നു. ദേവന്മാർക്ക് വേണ്ടിയിട്ട് അസുരന്മാരോട് യുദ്ധം ചെയ്തു. അസുരന്മാരെ അവിടെ നിന്നിട്ട് ദേവലോകത്ത് നിന്ന് ആട്ടി ഓടിച്ചു. വീണ്ടും വീണ്ടും അസുരന്മാർ അങ്ങോട്ട് വരുന്നത് കൊണ്ട് സൈന്യത്തെ എല്ലാം തിരിച്ചയച്ചിട്ട് അദ്ദേഹം ഏകനായിട്ട് അവിടെ ദേവലോകത്തിൽ കഴിയാണ്. എപ്പോഴെപ്പോഴൊക്കെ അസുരന്മാരെ ആക്രമിച്ചുവോ അപ്പോഴെപ്പോഴൊക്കെ അസുരന്മാരോട് അദ്ദേഹം യുദ്ധം ചെയ്തിട്ട് അവരെ എല്ലാം ഓടിച്ചു. ഇങ്ങനെ ഏറെക്കാലം അദ്ദേഹം അവിടെ വസിച്ചു. ദേവലോകത്തിലെ അനേക വർഷങ്ങൾ അദ്ദേഹം അവിടെ വസിച്ചു ഏകനായിട്ട്, ദേവലോകത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ദേവലോകത്തെ പരിപാലിച്ചു. അങ്ങനെ ഇരിക്കവേ ദേവന്മാർക്ക് ഭഗവാൻ സുബ്രഹ്മണ്യനെ ദേവസേനാപതിയായി കിട്ടി. അങ്ങനെ വന്നപ്പോൾ ദേവലോകത്തിൻ്റെ സുരക്ഷ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ മുചുകുന്ദൻ്റെ സഹായം അവർക്ക് വേണമെന്നില്ല. അവർ മുചുകുന്ദനെ ബഹുമാനിച്ച് ആദരിച്ച് മുചുകുന്ദനോട് അവരുടെ ആ ഭക്തിയെല്ലാം അറിയിച്ച് അദ്ദേഹത്തെ അയക്കുകയാണ്. അങ്ങനെ അയക്കുമ്പോൾ അവർ പറഞ്ഞു, മുചുകുന്ദൻ ആഗ്രഹിച്ചു തനിക്കിനി തൻ്റെ നാട്ടിലേക്ക് മടങ്ങിപ്പോകണം, അയോധ്യയിലേക്ക് മടങ്ങിപ്പോകണം. അവിടെ തൻ്റെ മക്കളുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, നാട്ടുകാരുണ്ട്, ബന്ധുക്കളുണ്ട്, അമാത്യന്മാരുണ്ട്, തൻ്റെ സൈന്യങ്ങളുണ്ട്, ഇവരെല്ലാം ഉണ്ട്. അവരെല്ലാം കാരണം താൻ ഏതാനും വർഷമായിട്ട് ഇവിടെ ദേവലോകത്തിലാണ്. അപ്പോൾ അങ്ങോട്ട് ചെന്ന് അവർക്കെല്ലാം സന്തോഷം പകരണം. അങ്ങനെ മുചുകുന്ദൻ കരുതി. ദേവന്മാർക്കത് മനസ്സിലായി. ദേവന്മാർ പറഞ്ഞു, അങ്ങ് അയോധ്യയിലേക്ക് ഇപ്പോൾ പോകേണ്ട കാര്യമില്ല. അങ്ങ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അങ്ങേ ആരും അറിയില്ല. ഇവിടെ ഏതാനും വർഷമല്ലേ കഴിഞ്ഞുള്ളൂ. അവിടെ കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് അവിടെ പോയാൽ അങ്ങേ അറിയുന്നവരാരുമില്ല. അപ്പോൾ മുചുകുന്ദൻ പറഞ്ഞു, ഞാൻ ഇത്രയും നാൾ ഉറങ്ങാതെ നിന്നാണ് ദേവലോകത്തെ രക്ഷിച്ചത്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്, നല്ല ഉറക്കമുണ്ട്. അപ്പോൾ ഒരു അനുഗ്രഹം തരണം, സുഖമായിട്ട് ഈ ക്ഷീണം തീരുന്നത് വരെ ഉറങ്ങാനായിട്ട് അനുഗ്രഹിക്കണം. അവർ പറഞ്ഞു, ക്ഷീണം തീരുന്നവരെ സുഖമായിട്ട് ഉറങ്ങിക്കൊള്ളുക എന്ന് മാത്രമല്ല, അവർ പറഞ്ഞു, ആ ഉറക്കം സ്വാഭാവികമായി തീരുന്നതിന് മുമ്പ് ആരെങ്കിലും വന്ന് തട്ടി ഉണർത്തിയാൽ അങ്ങ് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ കത്തി ചാമ്പലായി പോകും എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ മുചുകുന്ദൻ ഇങ്ങനെ ഭൂലോകത്തിലേക്ക് വന്ന് ആരും വന്ന് ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുങ്കാട്ടിനുള്ളിലുള്ള പർവ്വത ഗുഹയ്ക്കകത്ത് മുചുകുന്ദൻ കിടന്നുറങ്ങുകയാണ്. അവിടെ ലോകത്ത് ആരും വരില്ല. ഈ സമയത്താണ് ആ കൃഷ്ണാവതാരം. അത് കഴിഞ്ഞ നൂറ്റാണ്ടുകൾ, ആയിരത്താണ്ടുകൾ കഴിഞ്ഞു. ത്രേതായുഗം കഴിഞ്ഞു, ദ്വാപരത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും കൃഷ്ണാവതാരം. നമുക്കറിയാം, കംസനെ സംഹരിച്ചു കഴിഞ്ഞപ്പോഴേക്കും കംസൻ്റെ പത്നിമാരുടെ അച്ഛൻ ജരാസന്ധന് ഭയങ്കരമായ ദേഷ്യം വന്നു. കൃഷ്ണനോടും ബലഭദ്രനോടും തൻ്റെ പെൺമക്കളുടെ അസ്ഥിയും പ്രാപ്തിയും അവരുടെ ഭർത്താവായ കംസനെ കൃഷ്ണനും ബലഭദ്രനും കൂടി കൊച്ചു പിള്ളേരാണെന്നിരുന്നാൽ എങ്കിൽ എന്ത്, അവർ കൊച്ചു പിള്ളേരാണെങ്കിലും അവർ കൊന്നിരിക്കുന്നു, അവരെ വിടാൻ പാടില്ല, അവരെ കൊല്ലണം.
അതിനു വേണ്ടിയിട്ട് ജരാസന്ധൻ എന്ത് ചെയ്തു? കൂട്ടുകാരെയെല്ലാം കൂട്ടി 23 അക്ഷൗഹിണി സൈന്യങ്ങളുമായിട്ട് മധുരയെ ആക്രമിച്ചു. കൃഷ്ണൻ ബലഭദ്രനും കൂടി എതിർത്തു. 23 അക്ഷൗഹിണികളെയും തകർത്തു. അവസാനം ബലഭദ്രൻ ജരാസന്ധനെ കൊല്ലാനായിട്ട് ഹലവും എടുത്ത് ചാടി. കൃഷ്ണൻ പറഞ്ഞു, വേണ്ട, വിട്ടേച്ചാൽ മതി. അങ്ങനെ 23 അക്ഷൗഹിണികളുമായിട്ട് വന്ന ജരാസന്ധനെ തനിച്ച് ഒറ്റയ്ക്ക് തിരിച്ചയച്ചു. അവൻ പോയിട്ട് വരട്ടെ, വിട്ടു. ജരാസന്ധൻ വെറുതെ ഇരുന്നില്ല. മഗധയിൽ ചെന്നിട്ട് വീണ്ടും 23 അക്ഷൗഹിണികൾ സംഘടിപ്പിച്ച് വീണ്ടും വന്നു. ഇങ്ങനെ 17 തവണ വന്നു. 17 തവണയും ഇതേ പ്രകാരത്തിൽ 23 അക്ഷൗഹിണികളെയും തീർത്തിട്ട് ഒറ്റയ്ക്ക് തിരിച്ചയച്ചു. അവസാനം 18ാമത് തവണയും അയാൾ വന്നു. അപ്പോഴേക്കും ഭഗവാനും അതേപോലെ തന്നെ ജ്യേഷ്ഠനും കൂടി ബലഭദ്രനും കൂടി ആലോചിച്ചു, നമ്മൾ ഇനി ഒരുപാട് സൈന്യങ്ങളുടെ മരണത്തിന് കാരണമാക്കേണ്ട എന്ത് ചെയ്യാം? നമുക്കുള്ള ഒരു പണി വെച്ച് കഴിഞ്ഞാൽ, നമ്മളെ ഈ നാട്ടിലുള്ള ആളുകൾക്കൊരു ദുഃഖവും വരാതിരിക്കാൻ വേണ്ടി മധുര നിവാസികളെ മൊത്തം അച്ഛനമ്മമാരോടൊപ്പം നമുക്ക് അവിടെ സമുദ്രത്തിൽ, ഗുജറാത്തിൽ സമുദ്രത്തിൽ ദ്വാരക എന്നുള്ള ഒരു പുരി ഉണ്ടാക്കിയിട്ട് ആ പട്ടണത്തിലേക്ക് കൊണ്ടുപോകാം. ഭഗവാന്റെ ഒറ്റ സങ്കല്പം കൊണ്ട് അവിടെ വിശ്വകർമാവ് അവിടെ ആ ദ്വാരകാപുരി നിർമ്മിച്ചു. ഭഗവാന്റെ തന്നെ മായാശക്തിയാൽ എല്ലാവരെയും അങ്ങോട്ട് കൊണ്ടുപോയി. എല്ലാവർക്കും വേണ്ടുന്നതായ ഭവനവും സജ്ജീകരണങ്ങളും ഒക്കെ അവിടെയുണ്ട്. ജ്യേഷ്ഠൻ്റെ അനുവാദത്തോടു കൂടി ഭഗവാൻ നേരെ ഒറ്റയ്ക്ക് ഇവിടെ വന്നു. ഈ സമയത്ത് നാരദൻ ലോകത്ത് മുഴുവൻ ഉപദ്രവിക്കുന്ന കാലയവനെ പോയി കണ്ടു. അവനോട് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ ജരാസന്ധൻ വന്ന് മധുര വളയും. നീ നിന്റെ സൈന്യവുമായിട്ട് അങ്ങോട്ട് ചെന്നാൽ നിനക്ക് ഭഗവാനോട് വലിയ വിരോധമാണല്ലോ. കൃഷ്ണനെ നിങ്ങൾ രണ്ടുപേരും കൂടി ചേർന്ന് കഴിഞ്ഞാൽ തകർക്കാനാവും. അതുകൊണ്ട് അങ്ങോട്ട് ചെല്ലുക എന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ കാലയവനൻ നേരെ ഈ മധുരാപുരിയിലേക്ക് വന്നു. അവിടെ വന്ന് വളയാമെന്ന് കരുതി. പക്ഷെ കൃഷ്ണനെ കണ്ടിട്ടില്ല, വർണ്ണിച്ച് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോഴുണ്ട് ഒറ്റയ്ക്കൊരാൾ കയ്യിൽ ആയുധമൊന്നുമില്ലാതെ കോട്ടവാതിൽ തുറന്നിട്ട് ഇറങ്ങി വരുന്നു. ഒരു ബാലകനാണ്. അയാൾ ഇറങ്ങി വന്ന് കണ്ടപ്പോഴേക്കും നാരദൻ വർണ്ണിച്ച അതേ രൂപം. അപ്പോൾ ഇതായിരിക്കും കൃഷ്ണൻ, തൻ്റെ ശത്രു എന്ന് കരുതി കാലയവൻ അടുത്തോടി ചെന്നു. അപ്പോഴത്തേക്കും ഈ വിദ്വാൻ വേഗത്തിൽ നടക്കാൻ തുടങ്ങി. കാലയവനും വേഗത്തിൽ നടക്കാൻ തുടങ്ങി. അപ്പോൾ ഈ വിദ്വാൻ അങ്ങോട്ട് ഓടിത്തുടങ്ങി. അപ്പോൾ കാലയവനും ഓടിത്തുടങ്ങി. അപ്പോഴേക്കും ഉറപ്പിച്ചു, ഇത് തന്നെയാണ് കൃഷ്ണൻ. അപ്പോൾ ഇവനെ വിടാൻ പാടില്ല. ഓടിത്തുടങ്ങി. സൈന്യത്തിൻ്റെ നടുക്കൂടി കൃഷ്ണൻ ഓടിപ്പോവാണ്, ഒരു ഭയവുമില്ലാതെ. കാലയവൻ പുറകെ ഓടി. കൃഷ്ണൻ അത് കഴിഞ്ഞ് സൈന്യങ്ങൾ നിൽക്കുന്ന പരിധിയെല്ലാം കഴിഞ്ഞ് ദൂരേക്ക് ഓടി. കാലയവനും കൂടെ ഓടി. ഒരു വലിയ പർവ്വതത്തിൽ ബഹുദൂരം ഓടിയിട്ട് എത്തിച്ചേർന്നു. കാലയവനും കൂടെ എത്തി. അവിടെ ഒരു ഗുഹയ്ക്കുള്ളിൽ, ആ ഗുഹയിൽ മുഴുവൻ ഇരുട്ടാണ്. എങ്ങോട്ടാ പോകുന്നതെന്ന് അറിയാൻ നിവൃത്തിയില്ല. അതിനുള്ളിലേക്ക് കടന്നു ചെന്നു കൃഷ്ണൻ. ഈ വിദ്വാൻ അങ്ങോട്ട് ഓടിച്ചെന്നു. എങ്ങോട്ട് ഓടിയെന്ന് മനസ്സിലായില്ല. അവസാനം അന്വേഷിച്ച് ചെന്നപ്പോൾ ഒരിടം ഇങ്ങനെ വലിയ ഒരു പട്ടൊക്കെ പുതച്ച് കിടന്നുറങ്ങുന്നു. നല്ല കുറുക്കവും വലിക്കുന്നുണ്ട്. എന്നെ ഇത്രയും ഓടിച്ചിട്ട് ഇവിടെ കിടന്ന് എന്നെ പേടിച്ച് ഇതിനകത്ത് കയറി ഉറങ്ങുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് ചെന്നൊരു തട്ട്. അപ്പോൾ ആ വിദ്വാൻ ഉണർന്നു. ഇങ്ങനെ എണീറ്റ് നോക്കി. എണീറ്റ നേരെ കാലിൻ്റെ അങ്ങോട്ടല്ലേ നോക്കുള്ളൂ. നോക്കി, കണ്ണ് തുറന്ന്, കണ്ണ് പിടിച്ച് ഇങ്ങനെ തുറന്നു നോക്കിയപ്പോഴേക്കും ആ വിദ്വാനങ്ങ് കാലയവനങ്ങ് കത്തിപ്പോയി. ആരാ അത്? മാന്ധാതാവായിരുന്നു. ആ മാന്ധാതാവ് ഇങ്ങനെ കാലയവനെ എന്താ സംഭവിച്ചതെന്ന് ആദ്യം മാന്ധാതാവിന് മനസ്സിലായില്ല. തൻ്റെ നോട്ടം കൊണ്ട് അങ്ങ് സംഹരിച്ചു. എന്നിട്ട് കാലയവൻ ഇതെന്താ സംഭവിച്ചത്, ഇതാരാ വന്നത്, തന്നെ ഇങ്ങനെ തട്ടി ഉണർത്തിയ ആരാണ് എന്നൊക്കെ അറിയാണ്ട് ഇങ്ങനെ നോക്കിയപ്പോഴേക്കും മുന്നിൽ താൻ തൻ്റെ ഹൃദയത്തിൽ പണ്ടുപണ്ടേ പ്രതിഷ്ഠിച്ച് ആരാധിക്കുന്ന ഭഗവാൻ വിഷ്ണുവിൻ്റെ മാനുഷമായ രൂപം നേരിട്ട് കാണുന്നു. തമാലോക്യ ഘനശ്യാമം 51-ാമത് അധ്യായത്തിലെ 25-ാമത്തെ ശ്ലോകം. തമാലോക്യ ഘനശ്യാമം പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസം ഭ്രാജത് കൗസ്തുഭേന വിരാജിതം. അവനെ കണ്ടിട്ട് എങ്ങനെയുള്ള ആളാ അദ്ദേഹം? ഘനശ്യാമം, മേഘത്തിൻ്റെ അതേ ശ്യാമള വർണ്ണത്തോടുകൂടി അവനെ കണ്ടിട്ട്. ധരിച്ചിരിക്കുന്നതോ പീത വർണ്ണമുള്ള, മഞ്ഞ വർണ്ണമുള്ള പട്ടാണ് ധരിച്ചിരിക്കുന്നത്. പീത കൗശേയവാസസം. പിന്നെയോ ശ്രീവത്സവക്ഷസം, മാറില് ഭൃഗുമഹർഷിയുടെ കാൽപ്പാട് ധരിച്ചിട്ടുണ്ട്. വളരെ മനോഹരാണത്. ശ്രീവത്സം എന്നാണ് അതിൻ്റെ പേര്.
അത് തൻ്റെ ആഭരണമായിട്ട് അതേ എപ്പോഴും കൊണ്ടു നടക്കുന്നതാണ്. ആ ശ്രീവത്സം മാറിൽ കാണാം. അപ്പൊ പിന്നെ അത് വിഷ്ണു തന്നെയാണ്, സംശയമില്ല. പിന്നെയോ ഭ്രാജത് കൗസ്തുഭേന വിരാജിതം, തിളങ്ങുന്ന കൗസ്തുഭത്താൽ ശോഭിക്കുന്ന ആ കമനീയമായ കൈശോര രൂപത്തെ തൻ്റെ കൺമുന്നിൽ കണ്ടു. പിന്നെയോ ചതുർഭുജം രോചമാനം, 4 കരങ്ങളോട് കൂടിയിട്ടാണ്, മനുഷ്യനല്ല ദിവ്യനാണ് എന്ന് വ്യക്തം. 4 കരങ്ങളോടുകൂടിയവനായിട്ട് രോചമാനം, സൂര്യനെ പോലെ പ്രകാശിക്കുന്നവനായിട്ട് വൈജയന്ത്യാചമാലയ, അദ്ദേഹം മാല ധരിച്ചിട്ടുണ്ട്. വളരെ വിശിഷ്ടമായിരിക്കുന്ന മാല വൈജയന്തി. ആ വൈജയന്തി എന്നു പേരുള്ളതായ ആ മാലയാൽ വളരെയേറെ ശോഭിക്കുന്നവനായിട്ട് ചാരുപ്രസന്നവദനം, വളരെ മനോഹരമായിരിക്കുന്ന അങ്ങേയറ്റം പ്രസന്നമായിരിക്കുന്ന മുഖത്തോടു കൂടിയവനായിട്ട് സ്ഫുരൻ മകരകുണ്ടലം, അദ്ദേഹം ധരിച്ചിരിക്കുന്നതായ കർണാഭരണം അത് മകരകുണ്ടലമാണ്. അതിങ്ങനെ തിളങ്ങിക്കാണാം. അതോടുകൂടിയവനായിട്ട് ഒരു കമനീയമായ കൈശോര രൂപം മുന്നിൽ കണ്ടു. മുന്നിൽ കണ്ടിട്ട് മുചുകുന്ദൻ ചോദിച്ചു, അല്ലയോ ഭഗവാനെ, മുന്നിൽ കാണുന്നത് മനുഷ്യനല്ല ഭഗവാൻ തന്നെയാണ്, അങ്ങ് ആരാണ്, എന്താണ് എന്നൊക്കെ ചോദിച്ചു. അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു കൊടുത്തു താൻ ആരാണ് എന്ന്. താൻ പരമാത്മാവ് തന്നെ, നിർഗുണ നിരാകാര ബ്രഹ്മം തന്നെ, മഹാവിഷ്ണു തന്നെ. തനിക്ക് അനേക ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ജന്മങ്ങളുടെ എണ്ണം എടുക്കാനായിട്ട് താൻ വിചാരിച്ചാൽ പോലും പ്രയാസം തന്നെ. അത്രയേറെ ജന്മങ്ങളുണ്ടായി. ഈ ഭൂമിയിലുള്ള മണൽത്തരിയുടെ എണ്ണം അനേക ജന്മങ്ങൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ എടുക്കാൻ കഴിഞ്ഞു എന്ന് വരും. പക്ഷേ ഞാൻ എത്ര ജന്മം എടുത്തിട്ടുണ്ട് എന്ന് ആരോടും പറയാൻ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തണമെങ്കിൽ എളുപ്പമല്ല. അത്രയേറെ ജന്മങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എൻ്റെ ഈ ജന്മം ദേവകിയുടെ മകനായിട്ടാണ്, വസുദേവൻ്റെ മകനായിട്ടാണ്. വസുദേവൻ്റെ മകനായതുകൊണ്ട് എനിക്ക് എല്ലാവരും വാസുദേവൻ എന്ന പേരിട്ടിട്ടുണ്ട്. അങ്ങനെ വാസുദേവനാണ് ഞാൻ. ഇവിടെ നീ കണ്ണു തുറന്നപ്പോഴേക്കും കത്തിപ്പോയത് അത് കാലയവനാണ്. ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചതിന് ശേഷം ലോകത്തിന് ഉപദ്രവം ചെയ്യുന്ന കംസനെ ഞാൻ സംഹരിച്ചു. അതേപോലെ മറ്റനേകം ദുഷ്ടബുദ്ധികളെ ഒക്കെ ഞാൻ സംഹരിച്ചു. പൂതനെ, ശകടനെ, തൃണാവർത്തനെ ഒക്കെ സംഹരിച്ചു. ഇപ്പോഴിതാ നിന്നെ കൊണ്ട്, നിന്റെ നോട്ടം കൊണ്ട് ഞാൻ കാലയവനെയും സംഹരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാനാ നിന്റെ കണ്ണുകളിലൂടെ തീക്ഷ്ണമായ പ്രകാശമായിട്ട് പറന്നു ചെന്നിട്ട് കാലയവനെ ദഹിപ്പിച്ചത്. അങ്ങനെയുള്ള ഞാൻ ഇപ്പോൾ നിന്നിൽ പ്രസന്നനാണ്, നിന്നെ അനുഗ്രഹിക്കാനാണ് വന്ന് ചേർന്നിരിക്കുന്നത്. നിനക്ക് എന്തു വരം വേണം എന്നോട് ചോദിച്ചുകൊള്ളൂ. അപ്പോഴേക്കും ആ മുചുകുന്ദൻ, അങ്ങേയറ്റം ഭക്തനായ മുചുകുന്ദൻ തൊഴുതുകൊണ്ട് ഭഗവാനോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഈ ലോകത്തില് എല്ലാ ആളുകളും പുരുഷനെന്നോ സ്ത്രീയെന്നോ ഉള്ള ഭേദമില്ലാതെ എല്ലാവരും മായയാൽ മോഹിതരായിട്ട് ഈ ഭൂമിയിൽ ബദ്ധരായിട്ട് കർമ്മബന്ധനങ്ങളുടെ പൊട്ടിച്ചെറിയാൻ പറ്റാത്തതായ ചങ്ങലയിൽപ്പെട്ടിട്ട് ക്ലേശിക്കുകയാണ്. വിമോഹിതോയം ജനൈശമായ തുദീയയാ ത്വം ന ഭജത്യനർദ്ധദൃക്. ഈ ജനങ്ങൾ ത്വദീയയാമായ നീ തന്നെ നിർമ്മിച്ചിരിക്കുന്ന നിൻ്റേതായിരിക്കുന്ന സത്വ രജസ്തമോമയമായിരിക്കുന്ന മായയാൽ ബന്ധിതരായിട്ട് ആകെ അജ്ഞാനത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടന്ന് ക്ലേശിക്കുകയാണ്. അതുമൂലം മായയുടെ ബന്ധനത്തിൽ പെട്ടതുമൂലം അവർക്ക് എന്തു പറ്റിയിരിക്കുന്നു? അവർക്ക് അറിവില്ല, ജ്ഞാനമില്ല. ജ്ഞാനമില്ലാതെ വന്നു കഴിഞ്ഞാലോ യഥാർത്ഥത്തിൽ നേടേണ്ടത് എന്താണ് ഈ ജീവിതം കൊണ്ട് എന്ന് തിരിച്ചറിയാൻ പറ്റൂല. കണ്ണുകൊണ്ട് കാണുന്നതൊക്കെ സത്യമെന്ന് ഭ്രമിക്കും. കണ്ണുകൊണ്ട് കാണുന്നത് എന്തൊക്കെയാ? ഈ ലോകം, മനുഷ്യരെ, മൃഗങ്ങളെ, പക്ഷികളെ, വൃക്ഷങ്ങളെ, സിംഹാസനത്തെ, അധികാരത്തെ, പണത്തിന്, പ്രതാപത്തെ, സൂര്യേന്ദ്ര നക്ഷത്രാദികളെ, ഇതൊക്കെ സത്യമാണ് എന്ന് ഭ്രമിക്കും. അങ്ങനെ ഭ്രമിച്ചു കഴിഞ്ഞാലോ അതൊക്കെ നേടിയെടുക്കണമെന്ന് തോന്നും. അതിനു വേണ്ടിയിട്ട് കിടന്ന് വല്ലാത്ത ജോലികൾ ചെയ്യും. എങ്ങനെയുള്ള ജോലികൾ? ഇതൊക്കെ പെട്ടെന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങേയറ്റം ക്രൂരമായ കർമ്മങ്ങൾ പോലും ചെയ്യും. നമുക്കറിയാലോ രാവണാദികളൊക്കെ എന്തൊക്കെയാ ചെയ്തതെന്ന്, ഈ കംസനൊക്കെ എന്തൊക്കെയാ ചെയ്തതെന്ന്. ക്രൂരകർമാദികളൊക്കെ ചെയ്യും.
അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും കർമ്മബന്ധനങ്ങൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഫലം ദുഃഖമാണ്. അവരറിയേണ്ടത് അറിയുന്നില്ല. അതാണ്, അർത്ഥത്തെ അറിയുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ യഥാർത്ഥമായിട്ട് അവർ നേടേണ്ടത് എന്താണ് എന്നറിയുന്നില്ല. അനർത്ഥ ദൃക്കാണ്. അസത്യമായിട്ടുള്ള കാര്യങ്ങളെ അവരറിയുന്നു. ലൗകികമായ നശ്വരമായ സുഖഭൂതികൾ മാത്രം അറിയുന്നു. അതിൻ്റെ പിന്നാലെ ഓടി നടക്കുന്നു. അർത്ഥമായിട്ടുള്ളത്, ലോകത്തില് ശ്രേയസ്കരമായിട്ടുള്ളത്, സത്യമായിട്ടുള്ളത് ഒന്ന് മാത്രം. അല്ലയോ കൃഷ്ണ, നീ മാത്രമാണ് സത്യമായിട്ടുള്ളത്. നിർഗുണ നിരാകാര ബ്രഹ്മം. ഇപ്പൊ സഗുണ സാകാരമായിട്ട് അഗ്രേ പശ്യാമി, ഇതാ കൺമുന്നിൽ കാണുന്നു. അങ്ങനെ ഇതാ മുന്നിലെത്തി നിൽക്കുന്നു. അതിനെ അവരറിയുന്നില്ല. ഈ ലോകത്തിലുള്ളവരെല്ലാം അറിയുന്നില്ല. അങ്ങനെ കിടന്ന് ക്ലേശിക്കുന്നു. അല്ലയോ ഭഗവാനെ, ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. മമൈഷകാലോചിത നിഷ്ഫലോകതോ. ഈ മാന്ധാതാവിൻ്റെ പുത്രനായിരിക്കുന്ന ഈ മുചുകുന്ദൻ, എൻ്റെ സുദീർഘമായ ജീവിതകാലത്തെയും ഞാനിങ്ങനെ നിഷ്ഫലമാക്കി കളഞ്ഞു, നിഷ്പ്രയോജനമാക്കി കളഞ്ഞു, വെറുതെ ആക്കി കളഞ്ഞു, അർത്ഥശൂന്യമാക്കി കളഞ്ഞു. എന്താ? ഞാൻ രാജശ്രീയോന്നഥ്യമദസ്യ ഭൂപതേ. ഞാൻ സൂര്യവംശത്തിൽ പറഞ്ഞ രാജാവാണ്. സൂര്യവംശത്തിൽ പറഞ്ഞവരെല്ലാം ഈ ലോകത്താൽ ആരാധ്യരാണ്. മഹനീയമായ കർമ്മങ്ങൾ ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട് നിരന്തരം ചെയ്തിട്ടുള്ളവരാണ്. ശ്രീരാമചന്ദ്ര മഹാപ്രഭുവിനും അനേക തലമുറ മുമ്പാണ് ഈ മുചുകുന്ദൻ മാന്ധാതാവ് എന്നൊക്കെ നമ്മൾ അറിഞ്ഞുകൊള്ളണം. അങ്ങനെ മഹനീയ കർമ്മങ്ങൾ ചെയ്തിട്ടുള്ള രാജാക്കന്മാരുടെ പരമ്പരയിൽപ്പെട്ടവനാണ് ഞാൻ എന്നുള്ളതായ അഹങ്കാരം എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. ആ രാജശ്രീയാൽ വർദ്ധിച്ച അഹങ്കാരത്തോടു കൂടിയവനായിട്ട് ഞാൻ ലോകചക്രവർത്തിയാണ് എന്ന് ധരിച്ച് ഈ ലോകത്തെ മുഴുവൻ ഞാൻ അടക്കി വാണു. നല്ല കാര്യങ്ങൾ ചെയ്തു. പക്ഷെ അതൊക്കെ അഹന്തയോട് കൂടിയിട്ടാണ്. ഞാൻ ചെയ്യുന്നു, ഈ നല്ല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നു, ഞാൻ നല്ല കാര്യങ്ങളെ ചെയ്യൂ. അതും അഹന്തയാണ്. സാത്വികമായിരിക്കുന്ന അഹന്ത, അതും വരാൻ പാടില്ല. പിന്നെ ഈ നല്ല കാര്യങ്ങൾ ആര് ചെയ്യുന്നു? ഭഗവാൻ ചെയ്യുന്നു. നല്ല കാര്യങ്ങൾ ചെയ്യണം, അത് ഭഗവാൻ ചെയ്യുന്നു എന്നുള്ള സങ്കല്പത്തോടു കൂടി ചെയ്യണം. ഈ കൈകൾ ഭഗവാന്റേതാണ്, ഈ കണ്ണുകൾ ഭഗവാന്റേതാണ്, ഈ നാവ് ഭഗവാന്റേതാണ്, ഈ പാദങ്ങൾ ഭഗവാന്റേതാണ്, ഈ ശരീരം ഭഗവാന്റേതാണ്, ഈ മനസ്സ് ഭഗവാന്റേതാണ്, ഈ ബുദ്ധി ഭഗവാന്റേതാണ്, എല്ലാം ഭഗവാന്റേതാണ്. ഞാനില്ല. ഈ ഒരു ഉറച്ച ധാരണയോട് കൂടിയിട്ട് ചെയ്യേണ്ടതായ കർത്തവ്യങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിച്ച്, ആ ഗോപികമാരെന്ന പോലെ എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണല്ലോ അവർ ചെയ്തത്. അതേ പ്രകാരത്തിൽ നിരന്തരം ചെയ്യണം. ഞാൻ അങ്ങനെയല്ല ചെയ്തത്. ഞാൻ കേവനായ ചക്രവർത്തിയാണ് എന്ന് ധരിച്ച് സൂര്യവംശത്തിൻ്റെ ആ പാരമ്പര്യം കളങ്കമില്ലാത്ത വംശമാണ്. അതുകൊണ്ടാണ് സൂര്യവംശം എന്ന പേര്. ആ പാരമ്പര്യം, സാത്വിക പാരമ്പര്യം നിലനിർത്തി ഞാൻ ചെയ്യുന്നു എന്നുള്ള അഹന്തയോട് കൂടിയിട്ട് ഞാൻ ചെയ്തു. അങ്ങനെ അത് എന്തുണ്ടായി? എൻ്റെ ജീവിതവും നിഷ്ഫലമായി. ഈ കിട്ടിയ അവസരം എന്തിനാ വിനിയോഗിക്കേണ്ടത്? ഭഗവാന്റെ സേവനത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ്. എല്ലാം ഭഗവാന് വേണ്ടി വിനിയോഗിക്കേണ്ടതാണ്. കൃഷ്ണാർപ്പണം കൃഷ്ണാർപ്പണം എന്ന് പറഞ്ഞ് ചെയ്യേണ്ടതാണ്. എങ്കിൽ ഇതെല്ലാം കൃഷ്ണൻ കൊണ്ടുപോയിക്കോളും. പിന്നെ എന്താ അവശേഷിക്കുക? അവശേഷിക്കുന്നത് നിർഗുണ നിരാകാര ബ്രഹ്മം മാത്രം. ഞാനെന്നുള്ള അഹന്ത പോലും അവശേഷിക്കില്ല. ഞാനെന്നുള്ള അഹന്ത അവശേഷിക്കുവോളം ഞാനും കൃഷ്ണനും വേറെയായി പോവും. ഞാനെന്നുള്ള അഹന്ത പോലും അവശേഷിക്കില്ല. മനസ്സ് ലയിച്ചു. മനോലയം സംഭവിച്ചാൽ പിന്നെ ഉള്ളത് കൃഷ്ണൻ മാത്രം. അഹം ബ്രഹ്മാസ്മി എന്നുള്ള അവസ്ഥ. അവിടെ ഞാൻ ബ്രഹ്മമാകുന്നു എന്നാണ് ആ മഹാവാക്യത്തിൻ്റെ അർത്ഥം. ആ മഹാവാക്യത്തിൽ അങ്ങനെ പറയാൻ പറ്റൂ, അതിനപ്പുറം പറയാൻ പറ്റൂല. ആ വാക്യത്തിനകത്ത് അഹം, ഞാൻ എന്നുള്ള വാക്കുണ്ട്, ബ്രഹ്മം എന്നുള്ള വാക്കുണ്ട്, അസ്മി, ആകുന്നു എന്നുള്ള വാക്കുമുണ്ട്. ഇത് മൂന്നും ചേർന്നതാണ്. നമുക്ക് അങ്ങനെ പറഞ്ഞു തരാൻ പറ്റൂ, അങ്ങനെ ചിന്തിക്കാൻ പറ്റൂ. പക്ഷെ അതിൻ്റെ അനുഭൂതിയിൽ അവിടെ അഹവുമില്ല, അഹം ഞാനുമില്ല, ഞാൻ ലയിച്ചു. ബ്രഹ്മവുമില്ല, ബ്രഹ്മവും ലയിച്ചു. അസ്മിയുമില്ല. പിന്നെ എന്താ ഉള്ളത്? എന്താ ഉള്ളതെന്ന് വാക്കുകൊണ്ട് പറയാൻ പറ്റൂല. വാക്കുകൊണ്ട് പറയാൻ പറ്റൂല, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റൂല.
യഥോ വാചോ നിവർത്തന്തേ അപ്രാപ്യ മനസാ സഹ. എവിടെ എത്താൻ കഴിയാതെയാണോ വാക്ക് മനസ്സിനോടൊപ്പം തിരിച്ച് മടങ്ങിപ്പോരുന്നത്, അതാണ് ആ സ്ഥാനം. അതിനെ വാക്കുകൊണ്ട് പറയാൻ പറ്റൂല, മനസ്സുകൊണ്ട് ചിന്തിക്കാൻ പറ്റൂല. അതാണ് ആനന്ദം, 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 പരമമായ ആനന്ദം. അതാണ് പരമമായ ജ്ഞാനം, അതാണ് പരമമായ ബ്രഹ്മസ്വരൂപം, അതാണ് പരമമായ മുക്തി. അവിടെയാണ് എത്തിച്ചേരേണ്ടത്. അതിനു വേണ്ടിയിട്ട് സർവവും കൃഷ്ണൻ സമർപ്പിച്ച് ചെയ്യുന്നതാര്? ചെയ്യുന്നത് കൃഷ്ണൻ. ഈ കൈയും ഈ കാലും ഈ കണ്ണുകളും ഈ നാവും എല്ലാം കൃഷ്ണൻ. ചെയ്യപ്പെടുന്ന കർമ്മമോ ആ കർമ്മവും കൃഷ്ണൻ. ആ കർമ്മത്തിൻ്റെ ഫലമോ ആ ഫലവും കൃഷ്ണൻ. ആ ഫലം ആരിലേക്കാണ് ചെല്ലേണ്ടത്? അതും കൃഷ്ണൻ. സർവവും കൃഷ്ണൻ, കൃഷ്ണൻ മാത്രം. ഏകമേവ അദ്വിതീയം, ഒന്ന് മാത്രം, രണ്ടില്ലാത്തത്. അവിടെ എത്തിച്ചേരും. ഭഗവാനെ, ഞാൻ അഹന്തയോടുകൂടിയാ ചെയ്തത്. നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു, ശരിയാ, അഹന്തയോടുകൂടി ചെയ്തു. ആ അഹന്ത എന്നിൽ നിന്ന് അല്ലെങ്കിൽ അങ്ങയിൽ നിന്ന് എന്നെ മറച്ചു വച്ചിരിക്കുന്നു. ഒരു മറയായിട്ട് ആ അഹന്ത നിൽക്കുന്നു. ഭഗവാനെ, ഇപ്പോൾ എനിക്ക് വ്യക്തമായി ആ മറയും പോകണം. അതുകൊണ്ട് ഞാൻ അതാണ് ആഗ്രഹിക്കുന്നത്. അതിന് എനിക്ക് വേണ്ടത് തികഞ്ഞ ഭക്തിയാണ്, അനശ്വരമായ ഭക്തി, ഒരിക്കലും ഇളകാത്തതായ ഭക്തി, പ്രതിഫലമായിട്ട് യാതൊന്നും ആഗ്രഹിക്കാത്ത ഭക്തി, സർവത്ര നിറഞ്ഞതായ ഭക്തി. അതാണ് ഭഗവാനെ എനിക്ക് വേണ്ടത്. നകാമയന്യം തവ പാദസേവനാത് അകിഞ്ചന പ്രാർത്ഥ്യത മാധുവരം വിഭോ. അല്ലയോ ഭഗവാനെ, ഞാൻ വേറൊന്നും ആഗ്രഹിക്കുന്നില്ല. നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോ, ഞാൻ തരാം. ഭഗവാൻ മുമ്പ് വന്നെന്ന് പറയാണ്. നിനക്ക് ഇഷ്ടമുള്ളത് ചോദിച്ചോ, എന്തു വേണം ചോദിക്കാം. ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളുടെയും ചക്രവർത്തിയായിട്ട് എന്നെ വാഴിക്കണം എന്ന് പറഞ്ഞാലും ഭഗവാൻ വാഴിക്കും. എന്ത് ചോദിച്ചാലും ഞാൻ തരും എന്നാ പറഞ്ഞിരിക്കണേ. അപ്പോ മുചുകുന്ദന്റെ സ്ഥാനത്ത് വേറൊരാളാണെങ്കിലോ എന്തെല്ലാം ചോദിക്കാതിരിക്കുക. മുചുകുന്ദൻ എന്താ പറഞ്ഞേ? ഇത്ര വലിയ പ്രലോഭനം ഭഗവാൻ കൈവച്ച് നീട്ടിയിട്ടും നകാമയന്യം തവ പാദസേവനാത് അകിഞ്ചന പ്രാർത്ഥ്യത മാധ്വരം വിഭോ. അല്ലയോ വിഭോ, എങ്ങും നിറഞ്ഞു നിൽക്കുന്നവനെ, വിഭു എങ്ങും നിറഞ്ഞു നിൽക്കുന്നവൻ, നീയല്ലാതെ മറ്റൊന്നിനെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് വേണ്ട വരം, അല്ലയോ ഭഗവാനെ, നീ മാത്രം, അതല്ലാതെ വേറൊന്നും എനിക്ക് വേണ്ട. അകിഞ്ചനന്മാർക്ക് ഈ ലോകത്ത് പ്രാർത്ഥിക്കാവുന്ന ഏറ്റവും വലിയ ലാഭം അതാണ്. അകിഞ്ചനന്മാർ ആരാ? അകിഞ്ചനന്മാര് തൻ്റേതായിട്ട് ഉണ്ട് എന്ന് എന്തൊക്കെയാണോ അതുവരെ സ്മരിച്ചിരുന്നത് അതൊക്കെ ഉപേക്ഷിച്ചവൻ, അതാണ് അകിഞ്ചനൻ. അകിഞ്ചന ശബ്ദത്തിന് ദരിദ്രൻ എന്നും അർത്ഥമുണ്ട്. അതെല്ലാം നഷ്ടപ്പെട്ടവൻ, അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള അർത്ഥമുണ്ട്. എല്ലാം ഉപേക്ഷിച്ചവൻ. ഭൗതികമായിട്ട് രണ്ടുപേരും ഒരുപോലെ തന്നെ. കയ്യിൽ കാൽക്കാശില്ല. ഒന്ന് കയ്യിലൊന്നും കിട്ടാത്തത് കൊണ്ടുള്ള അകിഞ്ചനൻ, ദരിദ്രൻ. ഇത് ആ ദരിദ്രനല്ല, എല്ലാം കളഞ്ഞവൻ, കുചേലന്റെ സ്ഥാനത്ത് നിൽക്കുന്നവൻ, അതാണ് അകിഞ്ചനൻ. എല്ലാം കളഞ്ഞു. ഭഗവാന്റെ മുന്നിൽ ചെന്നിട്ട് ഒന്നും ചോദിച്ചില്ല. സർവവും ചോദിക്കാൻ വേണ്ടിയിട്ട് ഭാര്യ നിർബന്ധിച്ച് ഒരു പിടി അവൽ അതേ ഉള്ളൂ. കല്ലും നെല്ലുമൊക്കെ ഉണ്ട്. യാചിച്ചു കൊണ്ടുവന്ന നെല്ലാണ്, അത് ഇടിച്ച് ഉണ്ടാക്കിയതാണ്. അതും കൊടുത്തയച്ചു. പക്ഷേ അവിടെ 7-ാം മാളിക മുകളില് ആ ലക്ഷ്മി തൽപ്പത്തിൽ ഇരുത്തി ഭഗവാൻ സൽക്കരിച്ചതിന് ശേഷവും ചോദിച്ചില്ല, മറന്നുപോയി. അതാണ് അകിഞ്ചനന്മാര്. എല്ലാം ഉപേക്ഷിച്ചവർ. ഭഗവാൻ മാത്രമേ അവർക്കുള്ളൂ, അവരൊന്നും ചോദിക്കില്ല. അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, നിന്റെ പാദസേവനം മാത്രം, അത് മാത്രമേ എനിക്ക് വേണ്ടൂ. എനിക്ക് വേറെ ഒന്നും വേണ്ട. അകിഞ്ചനന്മാർക്ക് ആഗ്രഹിക്കാവുന്ന ഏറ്റവും പവിത്രമായ, ശ്രേഷ്ഠമായ, മഹനീയമായ നേട്ടം അതാണ്.
അതുകൊണ്ട് അല്ലയോ ഭഗവാനെ, എനിക്ക് അത് തരൂ. ആരെങ്കിലും വേറെ എന്തെങ്കിലും ചോദിക്കുമോ? വിവേകമുള്ള ആളുകള് ആരാധ്യകസ്ത്വം ഹ്യപവർഗതം ഹരേ, അപവർഗത്തെ നൽകുന്നവനാണ് അങ്ങ് ഹരി. അപവർഗം മോക്ഷം. മോക്ഷത്തെ നൽകാൻ ആർക്കാ കഴിയുക? ബ്രഹ്മാവിന് പോലും പറ്റൂല, മറ്റാർക്കും പറ്റൂല. മോക്ഷത്തെ നൽകാൻ ഒരാൾക്കേ പറ്റൂ, ഹരി, വിഷ്ണു. വിഷ്ണുവിന് മാത്രമേ മോക്ഷത്തെ നൽകാൻ പറ്റൂ. അങ്ങനെ അപവർഗത്തെ നൽകുന്നവനായ നാരായണനാണങ്ങ്. നിർഗുണ നിരാകാര ബ്രഹ്മം, അതാണങ്ങ്. അങ്ങനെ മോക്ഷത്തെ നൽകാൻ ശേഷിയുള്ള അങ്ങയെ ആരാധിച്ചതിന് ശേഷം ഈ ലോകത്തില് ആര്യനായിട്ടുള്ള, സൽബുദ്ധിയുള്ളവനായിട്ടുള്ള, ശ്രേഷ്ഠനായിട്ടുള്ള, മഹനീയമായ സ്വഭാവത്തോടു കൂടിയവനായിട്ടുള്ള ആരാണ് അല്ലയോ ഭഗവാനെ ആത്മാവിനെ ബന്ധിപ്പിക്കുന്നതായ, ആത്മാവിനെ കെട്ടിയിടുന്നതായ, ജനിമൃതി പരമ്പരകളിലൂടെ വലിച്ചിഴയ്ക്കുന്നതായ ഏതെങ്കിലും വരത്തെ ചോദിക്കുക, ഈ ലോകത്തിൽ എനിക്ക് അത് തരൂ, ഈ ലോകത്തിൽ എനിക്ക് ഇത് തരൂ എന്ന് ആരാ ചോദിക്കുക? എനിക്ക് ഒന്നും വേണ്ട. സകല ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്ന അങ്ങയുടെ ആ പാദം അല്ലയോ ഭഗവാനെ, അങ്ങ് മാത്രം മതി. അതുകൊണ്ട് തസ്മാത് വിസൃജ്യാശിഷൈശ സർവതോ രജസ്തമസത്വഗുണാരുബന്ധനാഹ. രജസ് കൊണ്ടും തമസ്സുകൊണ്ടും അതിന് സത്വം കൊണ്ടും ഉണ്ടായിരിക്കുന്നതായ അത്തരം ബന്ധനങ്ങളെ ഉണ്ടാക്കുന്നതായ ആശംസകളുണ്ടല്ലോ, അതൊന്നും വേണ്ട, അതൊന്നും എനിക്ക് ആവശ്യമില്ല. ആളുകൾ ചോദിക്കുന്നതെങ്കിൽ രാജസമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ താമസമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, അല്ലെങ്കിൽ സാത്വികമായിട്ടുള്ള അനുഗ്രഹങ്ങൾ, അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ, ആ രീതിയിലുള്ള ചങ്ങലകൾ കൊണ്ട് നമ്മെ ബന്ധിച്ചിടുന്ന അനുഗ്രഹങ്ങൾ, അത്തരം അനുഗ്രഹങ്ങളൊന്നും എനിക്ക് വേണ്ട. എനിക്ക് വേണ്ടത് നിരഞ്ജനം നിർഗുണം അദ്വയം പരം ത്വാം ജ്ഞപ്തി മാത്രം പുരുഷം വ്രജമ്യഹം. അല്ലയോ ഭഗവാനെ, ഞാൻ അങ്ങയെ മാത്രം ശരണം പ്രാപിക്കുകയാണ്. എങ്ങനെയുള്ള അങ്ങയെ? നിരഞ്ജനം, മറ്റൊന്നും പുരളാത്തവനായ അങ്ങയെ മാത്രം ഞാൻ ശരണം പ്രാപിക്കുന്നു. നിർഗുണം, സത്വം രജസ് തമസ് എന്നുള്ള 3 ഗുണങ്ങൾ ഇല്ലാത്തവനായ, അതിനതീതനായിരിക്കുന്ന അങ്ങയെ മാത്രം ഞാൻ ശരണം പ്രാപിക്കുന്നു. പിന്നെയോ അദ്വയം, 2 ഇല്ലാത്തവനായ അങ്ങയെ മാത്രം ഞാൻ ശരണം പ്രാപിക്കുന്നു. പരം, ഈ കാണായ ജഗത്തിന് എല്ലാറ്റിനും അപ്പുറത്ത് കുടികൊള്ളുന്നവനായ അങ്ങയെ മാത്രം ഞാൻ ശരണം പ്രാപിക്കുന്നു. ജ്ഞപ്തി മാത്രം, ബോധസ്വരൂപനായ, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന, ബോധസ്വരൂപനായ അങ്ങയെ മാത്രം ഞാൻ ശരണം പ്രാപിക്കുന്നു. പുരുഷം, പുരുഷനായിരിക്കുന്ന, ഈ കാണായ ജഗത്തിൽ എല്ലാറ്റിൻ്റെയും ഉള്ളിലും പുറമേയും നിറഞ്ഞ് സർവത്ര വ്യാപിച്ച് എല്ലാറ്റിനും ആത്മാവായി എല്ലാറ്റിനെയും ഉണ്ടാക്കി നിലനിർത്തുന്ന, എല്ലാറ്റിനും മോക്ഷത്തെയും അരുളുന്ന പരമാത്മാവായിരിക്കുന്ന അങ്ങയെ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങ് മാത്രമേ എനിക്ക് വേണ്ടൂ. അങ്ങയെ തന്നെ എനിക്ക് നൽകി എന്നെ അനുഗ്രഹിച്ചാലും ഭഗവാൻ സന്തോഷിച്ചു. ഭഗവാൻ പറഞ്ഞു, എന്തും തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടും നിന്റെ മനസ്സ് ആ പ്രലോഭനത്തിൽ ഇളകിയില്ല. നീ എന്നെ മാത്രമല്ലേ, നിർഗുണ നിരാകാര ബ്രഹ്മത്തെ, അതിൻ്റെ സാക്ഷാത്കാരത്തെ, അതിൻ്റെ ആ അനുഭവത്തെ മാത്രമല്ലേ ചോദിച്ചുള്ളൂ. നിനക്ക് ഞാൻ സർവസ്വവും തരുന്നു. നീ ഒരു കാര്യം ചെയ്യ, നിനക്ക് അല്പകർമ്മബാധ്യതകളുണ്ട്, സാത്വികമാണെങ്കിലും ആ കർമ്മബാധ്യതകൾ കൂടി തീർക്കണം. അതിനു വേണ്ടിയിട്ട് നീ ഇനി ഒരു ജന്മം കൂടി സ്വീകരിക്കേണ്ടി വരും. എന്നിട്ട് സാത്വിക പ്രകൃതിയായി എൻ്റെ ഭക്തിയാൽ ഹൃദയം നിറഞ്ഞ് ഈ പ്രപഞ്ചം മുഴുവൻ ഞാനാണെന്ന് തിരിച്ചറിഞ്ഞ് ഒന്നിലും ബന്ധിക്കാത്ത മനസ്സോടുകൂടിയവനായിട്ട് എന്നെ തന്നെ ചിന്തിച്ച്, എന്നെ തന്നെ നമസ്കരിച്ച്, എന്നെ തന്നെ ജപിച്ചുകൊണ്ട് നീ സ്വതന്ത്രനായി സഞ്ചരിക്കൂ. അങ്ങനെ ഞാനുമായിട്ട് ഐക്യത്തെ പ്രാപിക്കൂ. ഞാൻ തന്നെയായി തീരൂ. ഞാൻ നീയും രണ്ടല്ല എന്നുള്ള ആ അദ്വൈത അനുഭവത്തെ കൈവരിക്കൂ എന്ന് ഭഗവാൻ മുചുകുന്ദനെ അനുഗ്രഹിക്കുന്നത് നാം കാണുന്നു. ഇതാണ് ഭക്തിയുടെ പരകാഷ്ഠ. ഭക്തിയുടെ പരകാഷ്ഠയുടെ 2 സ്വരൂപങ്ങൾ നാം ഇപ്പോൾ കണ്ടു. ഒന്ന്
ഗോപികമാരെന്നുള്ള സ്വരൂപം, 2 മുചുകുന്ദൻ എന്നുള്ള സ്വരൂപം. ആ പരമഭക്തന്മാർ, ആ ഭക്തകൾ നമ്മെ മുന്നോട്ട് നയിക്കട്ടെ. ഭഗവാനെ തന്നെ ശരണം പ്രാപിക്കാൻ നമുക്ക് സാധിക്കട്ടെ. എൻ്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ, ശ്രീരാമസീത ആഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ, എൻ്റെ ഗുരുനാഥനായ ജഗദ്ഗുരു സ്വാമി സത്യാനന്ദ സരസ്വതി തൃപ്പാദങ്ങളിൽ, എൻ്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠ ഗുരുപാദരുടെ പദപങ്കജങ്ങളിൽ, ഈ ക്ഷേത്രത്തിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന ജഗദംബികയുടെ, ദേവിയുടെ, ആദിപരാശക്തിയുടെ പാദപത്മങ്ങളിൽ, ഈ ക്ഷേത്രത്തിൽ ഈ യജ്ഞവേദിയിൽ വിരാജിച്ച് നമ്മെ അനുഗ്രഹിക്കുന്ന വാസുദേവകൃഷ്ണൻ്റെ പാദപങ്കജങ്ങളിൽ, ഭഗവാൻ വേദവ്യാസൻ്റെ പാദപങ്കജങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ ഹൃദയങ്ങളിലും പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു. ജയ് സീതാറാം.